ചെയ്യുമാറാകട്ടെ. Glory be to the name of God. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായി നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ്ടും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. Once again, let us thank God and magnify His glorious name, for the Lord has given us this blessed evening. കഴിഞ്ഞ 2 രാത്രികാലവും കർത്താവ് നമ്മളെ വിവിധമായ നിലയിൽ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. The past 2 days, the Lord has blessed us in different ways. ദൈവജനത്തിന്റെ ആഴമായ കാര്യങ്ങളെ ഗ്രഹിപ്പാണ്ടൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. The Lord has given us the opportunity to listen to the deeper truths of the Word of God. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവും അനുഗ്രഹവുമായി തീരുവാണ്ടൊക്കെ കർത്താവ് നമ്മെ സഹായിക്കേണ്ടിയിരിക്കുകയാണ്. The Lord must enable us that it might be our experience and our blessing. പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ നശിച്ചു പോകുവാനായിട്ട് ഇടയാകരുത്. It must not be like the seed that was sown on the rock, should not get perished. വഴിയരികെ വീണ വിത്ത് പോലെ അത് പറവകൾ കൊത്തിയെടുക്കുവാൻ അത് അനുവദിക്കരുത്. It should not be like the seed just fell on the wayside, eaten by the fowls. മുള്ളിനിടയിൽ വിതച്ച ആ വിത്ത് പോലെ ആയി തീരാതിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ്. You must pray that must not be like the seeds fell among the thorns and got choked. ഈ അന്ത്യകാലത്ത് സുവിശേഷം കേൾക്കേണ്ടതിനായിട്ട് ദൈവം നമുക്ക് വലിയ ഭാഗ്യം തന്നിരിക്കുകയാണ്. God has given us the rare privilege in these last days to listen to the gospel of God. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന പ്രത്യേകമായ കർത്തവ്യം നമ്മൾ അന്ത്യകാലത്ത് ചെയ്ത് തികയ്ക്കേണ്ടിയിരിക്കുകയാണ്. The great responsibility God has committed unto us with all sincerity these last days we have to accomplish and perfect. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നെത്തിയിരിക്കുന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. Interestingly, we have to keep in mind the world has reached its fake end. കൃപയാൽ തിരുവനന്തപുരത്ത് ഒരു ചെറിയ കൂട്ടം ഉണ്ടായിരുന്നു. By grace, even Trivandrum, last week we had a minor meeting. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, എളിയ കൂട്ടം അതിൽ പാർത്തുവെന്ന് വായിക്കുന്നത് പോലെ കർത്താവ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം അവിടെ പകർന്നു. As read from the scripture, the Lord caused the heavy rain to pour down, and all the people took part in the same, received blessings therefrom. ഞാൻ പറഞ്ഞത് എളിയ കൂട്ടമെന്നാണ്. I spoke about a little group. പലപ്പോഴും പല സമയങ്ങളിൽ നമ്മൾ വലിയ കൂട്ടങ്ങളിലെല്ലാം ചിലപ്പോൾ നമ്മൾ പ്രശംസിക്കാറുണ്ട്. On many occasions we used to glorify of large gatherings. വലിയ കൺവെൻഷൻ എന്ന് വലിയ വിവാഹം അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പ്രശംസിക്കാറുണ്ട്. Time and again we used to have prayed on the assumption it's a mega meeting, it's a glorious matrimonial function. ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ കൃപയിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുകയാണ്. Keep aside this is self glory and we have to make a comeback unto God. കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം ദൈവം നമുക്ക് അനുഗ്രഹപ്രദമായ ചില കൂട്ടങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. After the face of COVID pandemic, the Lord has given us a blessed convention this year. അടുത്തായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും ഗ്രഹിപ്പാണ്ടൊക്കെ സാധിക്കുന്നില്ല. None of us can predict as to what is going to take place in the next year. അതെ, ഇത് ദുഷ്കാലമാകിയ സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിപ്പാണ്ടൊക്കെ കർത്താവ് നമ്മെ സഹായിക്കേണ്ടിയിരിക്കുകയാണ്. God must enable us not to make use of the time as the days are evil. അതെ, കഴിഞ്ഞ 2021 ഇയർ ബുക്കിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ വാർത്തയുണ്ടായിരുന്നു. In the year 2021, in the year book, there was a particular news item. അതിലെ ഒരു വലിയ എഴുത്തുകാരൻ ഇപ്രകാരം AD BC എന്ന് തിരിച്ച് പ്രത്യേകമായ ചില കാര്യങ്ങൾ എഴുതിയിരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. A great writer categorized into AD and BC. രാഷ്ട്രീയ അനുഭവങ്ങളിലേക്ക് മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു താൻ. He was the one who was taking note of political developments. തനിക്ക് ക്രിസ്ത്യൻ നെയിം ഇല്ലെങ്കിൽ തന്നെ വേദപുസ്തകം ശരിയായിട്ട് പരിശോധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. I could understand from that information, although he did not possess a Christian name, he was one who is going through the Bible deeply. BC എന്ന് പറയുമ്പോൾ ബിഫോർ കൊറോണ എന്ന് താൻ എഴുതി. He expanded BC, before corona. AD എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഡിസീസ് എന്ന് താൻ എഴുതി. AD, he expanded after disease. എന്നാൽ ഇത് ഞാൻ വായിച്ചപ്പോൾ അവരും വേദപുസ്തകം ശരിയായിട്ട് പരിശോധിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാനൊക്കെ സാധിച്ചു. In my perusal, I could understand they too meditate on the word of God systematically. ഇപ്പോൾ നമ്മൾ സമാധാനം എന്ന് പറഞ്ഞാലും അടുത്ത നിമിഷം എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിവാണ്ടൊക്കെ സാധിക്കുന്നില്ല. Even though we say now we hold a peace, in the ensuing moment what is going to take place none of us can predict. സമയത്തും അസമയത്തും ഒരുക്കത്തോടെ ജീവിപ്പാണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കേണ്ടിയിരിക്കുകയാണ്. God must enable us not to be ready both in time and in untime. ഏതോ ഒന്നിന്റെ ആരംഭത്തിലേക്ക് ഏതോ ഒന്നിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. Again, we have to keep in mind we have reached unto the beginning of something and the end of something else. ഇങ്ങനെ പറയാറുണ്ട്, കം ബിഫോർ, അതിനുശേഷം ഒരു വലിയൊരു കൊടുങ്കാറ്റ് വരുമെന്ന് ചിലർ പറയാറുണ്ട്. People say that first there is a calm and thereafter storm.
കൊടുങ്കാറ്റിന് മുമ്പേ ഒരു ശാന്തതയുണ്ടെന്ന് ചിലർ പറയാറുണ്ട്. There's a calmness thereafter, a great storm. എങ്ങനെയൊക്കെയാലും ഏതോ ഒന്നിന്റെ ആരംഭത്തിലേക്ക് അവസാനത്തിലേക്ക് ലോകം വന്നെത്തിയിരിക്കുന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. Strangely, the world has come to the end of something and beginning of something else. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. In this occasion, I would like to highlight our important hope is the coming of the Lord. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതായ കാലയളവിലേക്ക് നമ്മൾ ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. We have stepped into the dispensation which, for the same purpose, we have to get ourselves ready. ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. Just now, we have listened to a blessed testimony. സമുദായ ഭക്തിയിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് എത്താൻ വന്നു. From the nominal Christian denomination, he came into the Pentecostal fellowship. എനിക്ക് ഇതുപോലെ പല സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് വലിയ താല്പര്യങ്ങളാണ്. I'm also delighted to give a detailed testimony of mine. അവസരം പോലെ ഞാനും അത് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. Based on the availability of the time, I would like to share my testimony also. നാം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു പ്രത്യേക സ്ഥാനത്തേക്കാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. We have reached a blessed and important venue now. അതേ കർത്താവിന്റെ വരവിനാ നമ്മെ തന്നെ ഒന്നുകൂടി ഒരുക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കേണ്ടിയിരിക്കുകയാണ്. God must enable us in order to get ourselves ready once again for His soon coming. ആ ദൈവമഹത്വത്തെ കുറിച്ചെല്ലാം കഴിഞ്ഞ രാത്രികാലം നമ്മൾ കേട്ട് In കഴിഞ്ഞിരിക്കുകയാണ്. the past 2 days, we heard about the glory of God. ആ മരിച്ചുയർത്തവനായ യേശുവിനെ കുറിച്ച് കഴിഞ്ഞ രാത്രികാലം നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. Last night we heard Jesus ascended, but again He remains alive forevermore. മരിച്ചുയർത്തവനായ യേശു ക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി വേഗം വെളിപ്പെടാനായിട്ട് പോവുകയാണ്. The dead resurrected Lord Jesus Christ is going to appear very soon for His church. അതിനുവേണ്ടി നമ്മൾ എങ്ങനെ ഒരുക്കപ്പെടണം എന്നുള്ള കാര്യം കൂടി ഈ രാത്രികാലം ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. For the same purpose, how should we be prepared? I would like to highlight same thing tonight. 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം നമുക്ക് ഈ രാത്രികാലം നമുക്ക് വായിക്കാം. Let us move on to Psalm 50, read the 3rd verse. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവന്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Glory be to the name of God. നമ്മുടെ ദൈവം വരുന്നു എന്ന് നമ്മൾ വായിച്ചു കേട്ടു. Here we read, our God shall come. മൗനമായിരിക്കയില്ല എന്ന് നമ്മൾ വായിച്ചു കേട്ടിരിക്കുകയാണ്. He shall not keep silence. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നുവെന്ന് നമ്മൾ വായിച്ചു കേട്ടിരിക്കുകയാണ്. The fire shall devour before Him. വലിയ പ്രോട്ടോകോൾ സിസ്റ്റത്തിൽ വരുന്നവനായ ഒരു വലിയ വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. In this passage, we come across an outstanding personality who is coming, following the entire protocol. വലിയ അകമ്പടിയോടുകൂടി വരുന്നതായ ഒരു ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം We സാധിക്കുന്നത്. notice a great God who is coming with a majestic retinue. എന്നാൽ ആ വലിയ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒന്നുകൂടി ഒരുക്കേണ്ടിയിരിക്കുകയാണ്. God must prepare us once again to face the same God who is going to come in a great way. അതേ വലിയ ദൈവമെങ്കിലും അവൻ ചെറിയവരെ കൂടി കടാക്ഷിക്കുന്ന ദൈവമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Although He is a great God, interestingly, He is delivering the poor people. അവന്റെ ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ ഒരു ജ്വാല നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. Within the caverns of His conscience, we come across the flames of love. ആ ദൈവത്തിന്റെ വിവിധ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ ഈ രാത്രികാലം അറിയേണ്ടിയിരിക്കുകയാണ്. Tonight, we have to understand the glorious attributes of that loving God. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയെങ്കിൽ അവന്റെ സ്നേഹത്തിന്റെ അനുഭവം ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. On the one side, He is a consuming fire, but on the other side, He is keeping His love within. ഏതാനും വർഷങ്ങൾക്ക് ഒരാളൊരു പുസ്തകം എഴുതിയപ്പോൾ അവൻ ഇങ്ങനെ ഒരു പേരിട്ടതായിട്ട് ഞാൻ ഓർക്കുകയാണ്. Some years ago, a person authored a book. This is the name he had given to it. എ ഗോഡ് ഓഫ് സ്മാർട്ട് പീസ് എന്നാണ് പേരിട്ടത്. A God of smart peace. അതിന്റെ അർത്ഥം ഞാൻ ചിന്തിക്കുന്നത് ചെറിയ കാര്യങ്ങളെ കൂടി ഗണിക്കുന്നതായ വലിയ ദൈവത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. In my opinion, this is a meaning. A great God even considers small matters. ദൈവം വലിയവനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Although God is a great God, He is considering the people who are humble in spirit. അവൻ ശക്തിയോടെ വെളിപ്പെടുമ്പോൾ ആർക്ക് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും? When He appears in His might, who shall stand before Him? ഈ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. From this portion of scripture, I would like to highlight a few traits. കർത്താവ് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുകയാണ്. We must understand as to from where does the Lord come. അവൻ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുകയാണ്. Besides, from where, how does He come? അവൻ എന്തിനെ വരുന്നു എന്നുള്ള കാര്യം കൂടി ഈ രാത്രിക്കാലം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുകയാണ്. What for is He coming should we understand.
കർത്താവ് വരുന്നതിന്റെ വിവിധമായ ഉദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. There are diverse purposes with which the Lord is coming. അതിനെ കൂടി ആ കാര്യം കൂടി നമ്മൾ ഈ രാത്രികാലം ഓർക്കേണ്ടിയിരിക്കുകയാണ്. The same thing also we must understand tonight. ആ വലിയ ശക്തിയോട് കൂടി വെളിപ്പെടുവാൻ പോകുന്ന കർത്താവിന് എതിരേൽപ്പാൻ തക്കവണ്ണം നമ്മളും ഒരുങ്ങേണ്ടിയിരിക്കുകയാണ്. We must be prepared to meet that great God who is coming with a mighty power. അതേ വലിയ സന്നാഹത്തോടെ വരുന്ന കർത്താവിന് എതിരേൽപ്പാൻ തക്കവണ്ണം നമ്മളും ഒരുക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. The great retinue, he is going to appear. We must be prepared to meet him in any way. അതെ അവൻ രാജാവായിട്ട് വെളിപ്പെടാനായിട്ട് പോവുകയാണ്. He is going to appear as a king. എന്നാൽ അവൻ ചെറിയവനായിട്ട് അവതരിച്ച് ഈ ലോകത്തിലെ വന്നവനായ കർത്താവ് വലിയവനായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. The Lord who came into the world as a least one became great in the world. സുവിശേഷം എന്ന് പറയുമ്പോൾ ചെറിയവനായ ദൈവം അത് വലിയവനായി തീർന്നു നമുക്ക് കാണുവാൻ സാധിക്കും. Gospel means the small God became great. വലിയവനായ ദൈവം ചെറിയവനായി തീർന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. The great God became small on our behalf. ആ കർത്താവിന്റെ വിരേൽപ്പാണ്ടക്കൊണ്ട് നമ്മൾ ഈ നാളുകൾ നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുക. These days we must be ready in order to prepare to meet that God. ഞാൻ ഒരിക്കല് നമ്മുടെ ബെല്ലോറ വണ്ടിയിൽ ഇങ്ങനെ ആലപ്പുഴ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. Once I was traveling through Alapi through the vehicle Bellora. അതിന്റെ മുമ്പില് ഒരു മന്ത്രി പോയപ്പോൾ വലിയ സന്നാഹത്തോടുള്ള പൈലറ്റ് വാഹനങ്ങളും പിന്നാലെ പല പൈലറ്റ് വാഹനങ്ങളും പോകുന്നതായിട്ട് ഞാൻ കണ്ടു. The minister was moving forward, that was followed by pilot vehicles and escorting vehicles. വഴി നിൽക്കുന്ന പോലീസുകാരെല്ലാം തൊപ്പി ഊരിട്ട് സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The policemen watching on the wayside, they removed the cap and saluted him. ഞങ്ങളുടെ വണ്ടി സ്പീഡിൽ എല്ലാത്തിന്റെയും പുറകെ പോയി. But our vehicle followed as the last in that convoy. ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രത്യേകമായ സല്യൂട്ട്. We also had got a particular salute. കാരണം വെറുതെ കിട്ടിയതാണല്ലോ കളയണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു സല്യൂട്ട്. It was given freely. We too responded with the same salute. ഞാൻ ചിന്തിച്ചു അത് എത്രയോ പ്രോട്ടോകോൾ സിസ്റ്റത്തിലാണ് ആ വാഹനം പോകുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. That convoy is moving forward, observing a strict protocol. എന്നാൽ അതിന്റെ ഉള്ളിലിരിക്കുന്ന ആ വലിയ ആൾക്ക് പ്രത്യേകം ഒരു സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. The person within the vehicle, he has got a special character. ആ പോലീസുകാരന്റെ സ്വഭാവം പട്ടാളക്കാരന്റെ സ്വഭാവം അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. The police constable's nature is different from that of an army soldier. അതേ ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവമുള്ളതായ വ്യക്തിത്വം അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. Within him there is a nature of love and honor. കർത്താവിന്റെ വേലയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് പല ഇന്റർവ്യൂവിന് ഞാൻ പോകാനായിട്ട് ഇടയായി. Before coming to the ministry of God, I too attended many interviews. ഇന്റർവ്യൂ ചെയ്യുന്ന ഡയറക്ടറുടെ മുമ്പിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് പലവിധമായ കടമ്പകൾ കടന്നാണ് ചെയ്തത്. Before the director who was interviewed, I had to undergo different steps. എന്നാൽ പല സെക്യൂരിറ്റികളും പല രീതിയിലും ഭാഷയിലും എല്ലാം ഇങ്ങനെ പല രീതിയിലുള്ള മുൻപോട്ട് കടത്തിവിടുകയാണ്. Different security men use different languages. They give checkup and thereafter we were allowed to go. എന്നാൽ അതിന്റെ ഡയറക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഈ ഭാവങ്ങളൊന്നുമല്ല സാധാരണ ഭാവത്തിലാണ് താൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. As met the director, he is very simple, cool in the spirit, without maintaining any dignity. വലിയവനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു ജ്വാല നമുക്ക് കാണാൻ സാധിക്കുന്നു. In the heart of the great God, there is a flame of love. അതാണ് ദൈവത്തിന് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടിയിരിക്കുക. That is the love of Lord Jesus Christ. എന്നെ കാണാൻ ചില വ്യക്തികളെല്ലാം ചിലപ്പോൾ വാതിക്കൽ കാത്തു നിൽക്കാറുണ്ട്. Sometimes some visitors used to wait for me. ഒരു ദിവസം ഒരു അമ്മ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ വണ്ണം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് പോയി. One day when a mother was waiting, without noticing that, I just went to the prayer. വളരെയധികം നേരം കാത്തു നിൽക്കുകയായിരുന്നു. She was waiting for a long time. അമ്മ ഇങ്ങനെ കാത്തു നിൽക്കുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. I did not notice that she was waiting for me. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അമ്മ എന്റെ പുറകെ ഓടുകയാണ്. I went for the prayer. She was following me. ഞാനും വളരെ സ്പീഡിൽ ഓടി, കാരണം വല്ല വഴക്കിനും വല്ലതും വരികയാണെന്ന് ചിന്തിച്ചു. I made haste on the assumption she was coming to have some altercation with me. ഞാൻ അവര് സ്പീഡിൽ ഓടിയപ്പോൾ ഞാൻ സ്പീഡിൽ ഓടുവാനായിട്ട്. As she sped away, I too sped away. എന്നാൽ പിന്നീട് പ്രാർത്ഥനയ്ക്ക് വന്നു ഇരുന്നതിന് ശേഷം ഒരു പണത്തിന്റെ പൊതി എന്റെ കയ്യിലെടുത്തതാണ്. After the prayer, she offered a bundle of currency.
ഞാൻ പുറകിൽ കൂടി ഇത് പണം തരാനാണെന്ന് പറയും. She told me, I was following you, chasing you in order to hand over this money. എനിക്ക് വലിയ വിഷമമായി തീർന്നു. ഈ അമ്മയിട്ട് ഓടിച്ചല്ലോ, പണവും മേടിച്ചല്ലോ എന്നുള്ള ചിന്തയായി. I was much grieved. I was the reason for her running. I received the money from her. അപ്പോൾ ചിലപ്പോൾ ചിലരുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചില ഭയങ്ങളെല്ലാം വന്നെന്ന് വരാം. When we approach some people, they may be frightened. എന്നാൽ നമ്മളുടെ ദൈവം നമ്മളെ ഭയപ്പെടുത്തുന്ന ദൈവമല്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. Interestingly, our God is one who is not threatening us. അവൻ നമ്മളെ സ്നേഹത്തോടെ മാടി വിളിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കാം. He is the Lord with love, he beckons us. അത് അവന്റെ ഭയങ്കരത്വത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിന്റെ ജ്വാലയെ നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കാം. Within his furious character, there is a flame of love that is latent. അവന്റെ നേരിയ ശബ്ദത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കാം. We must understand the mellifluous voice of God. ഒരിക്കൽ ഏലിയാവിന്റെ കാലത്ത് ദൈവം അവനോട് പറഞ്ഞു, നീ ആ പർവ്വതത്തിൽ കയറി നിൽക്ക എന്ന് പറഞ്ഞു. During the days of Elijah, the Lord directed him to move to the mountain to stand still. നീ വെളിയിൽ വരിക എന്ന് പറഞ്ഞു. Come out to that one. എന്നാൽ വലിയൊരു കൊടുങ്കാറ്റ് കടന്നുപോയതായിട്ട് നമ്മൾ വായിക്കുകയാണ്. A great tempest passed by that way. വലിയൊരു തീജ്വാല കടന്നു പോകുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ്. A fiery flame passed by that way. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു നേരിയ ശബ്ദം അവൻ കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. In the midst of which he heard a soft, sweet voice. അത് കൊടുങ്കാറ്റും ഭൂകമ്പവും ജ്വാലയുമല്ല, അതിന്റെ ഉള്ളിൽ നേരിയൊരു ശബ്ദം കൂടി നമ്മൾ കേൾക്കുകയാണ്. In the midst of storm, in the midst of tempest, in the midst of flame, we can hear a sweet and soft voice. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുമെന്ന് കർത്താവ് പറയുകയാണ്. The Lord is inviting people, all that you are heavy laden and labor, you come unto me. ആ കർത്താവ് ഈ രാത്രികാലം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. Tonight, the same God is inviting us. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ വിവിധമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. When we go through the psalm, we understand plenty of subjects therefrom. സുവിശേഷത്തിന്റെ വിവിധമായ ഭാഗങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Different aspects of the gospel are constituent in this portion. അതിലൊരു ഭാഗം സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിലെ ദൈവം പ്രകാശിക്കുന്നുവെന്ന് വായിക്കുകയാണ്. Which one is out of Zion, the perfection of beauty, God has shined. കഴിഞ്ഞ രാത്രികാലം ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളെല്ലാം നമ്മൾ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. Last night about this, a few things had been spoken. അതെ, ആ തേജസ്സിന്റെ സുവിശേഷത്തെ കുറിച്ച് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. About the gospel of glory, importantly, it has been outlined today. ഞങ്ങൾ ഇവിടെ പറയുന്ന തേജസ്സിന്റെ സുവിശേഷം കൂടിയാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. Interestingly, we preach about the gospel of glory here. അതെ, മനുഷ്യനെ ആ തേജസ്സിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് കർത്താവ് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. In order to bring this man unto glory, the Lord is especially calling everybody. അതെ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെയും കർത്താവ് മനുഷ്യനെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. From the sunrise till the sunset, the Lord is inviting people. അത് വലിയവനാ ദൈവമെന്ന് ഭൂമിയെ വിളിക്കുന്നു എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. The great God is inviting this poor man. ആ വിളി കേട്ട് അവന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്നുവെങ്കിൽ ആ മഹത്വപരമായ അനുഭവം പ്രാപിപ്പാണ്ടക്കൊണ്ട് നമുക്കും സാധിക്കും. Inclining to the cry of God, if we come closer to him, we can obtain the glory of God. അതേ, സകല ജാതികളുമായുള്ളവർ എങ്കിലേക്ക് തിരികെ രക്ഷപ്പെടുക ദൈവജനം നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. All the ends of the world turn unto me, ye be saved. അതെ, അവന്റെ വിളി കേട്ട് ആ രക്ഷ പ്രാപിക്കേണ്ടതിനായിട്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അന്ത്യനാളുകളിൽ വിളിക്കുകയാണ്. These last days, the Lord is inviting each one of us in not incline to his call and turn unto him. അത് മാത്രമല്ല, നമ്മുടെ ദൈവം എങ്ങനെയുള്ളവരെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അറിയേണ്ടിയിരിക്കുക. In furtherance, we must have a panoramic comprehension as to what is this law. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അനേകർക്കും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. We know many people do not have a proper understanding about this great God. ആ ദൈവം എന്ന് പറയുന്ന ഒരു ഭീകര സത്വമാണെന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. People consider God is a terrific creature. അതെ, ഭയപ്പെട്ടിട്ട് ആ ദൈവത്തിന് മുമ്പാകെ പലവിധമായ വഴിപാടുകളും അർപ്പിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. Many people become panic-stricken because of the fear they offer sacrifices before such gods. ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ അനവധി കയ്യും കാലുള്ളതായ ദൈവത്തിന്റെ അടുക്കൽ വണങ്ങി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. Last week a person came unto me and reported, I had been following many gods who had different members of the body. എന്റെ പണമല്ല ആ ദൈവത്തിന് വേണ്ടി ചെലവാക്കി. I spent my entire money for such gods. എന്റെ രക്തം കൂടി അതിന് എടുത്തു കൊടുത്തു. Even I poured out my blood for such a god. എന്നാൽ എനിക്ക് ഒരു പ്രത്യേക പ്രയോജനം ഉണ്ടായില്ല എന്ന് താൻ I did not have any kind of profits by serving that god. എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവന്റെ ജീവിതം ധന്യമായി തീർന്നുവെന്നാണ്
താൻ പറഞ്ഞത്. However, the moment he came into Lord Jesus Christ, his life became prosperous. എന്നാൽ ദൈവം എങ്ങനെയുള്ളവനെന്ന് അറിയാത്ത രീതിയിൽ അനേകരെ അങ്ങനെ ആരാധിച്ച് മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. Without understanding the true nature of God, many people keep on worshipping in an ignorant way. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ലോകത്തിന് കൊടുക്കേണ്ടിയിരിക്കുകയാണ്. We have to supply a proper knowledge about this God. അജ്ഞതയാൽ അനേകർ അങ്ങനെ വഴിതെറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Due to ignorance, many people deviate from the right way. അതെ, നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനെന്ന് നമ്മൾ അറിയുകയാണ്. We must understand beforehand who is our God. നമുക്ക് ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, വൈ ഐ ലവ് ജീസസ് എന്നൊരു പ്രത്യേകമായ ഒരു പാട്ടുണ്ട്. We got English song, Why I Love Jesus. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്? Why do we receive our Lord Jesus? ഒന്നാമത് അതിൽ പറഞ്ഞിരിക്കുന്ന അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. The first point is, he is the King of Kings, he is the Lord of Lords. അത് മാത്രമല്ല, അവൻ എന്റെ ആത്മമണവാളനാണെന്ന് പറഞ്ഞിരിക്കുന്നു. Moreover, he is my spiritual bridegroom. അത് മാത്രമല്ല, അവൻ എന്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞിരിക്കുന്നു. Besides, he is my friend. അത് മാത്രമല്ല, വിവിധമായ ഗുണങ്ങൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. Diverse qualities about our Lord have been mentioned in that poem. അതെ, ദൈവത്തെ നമ്മുടെ ദൈവം എന്ന് പറയുവാണ്ടൊക്കെ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുകയാണ്. We must be able to call this God our God. അതെ, അതിന്റെ കാരണം ഒരു കൊച്ചുകുട്ടി അമ്മ അപ്പ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ കാരണമുണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. A small child needs to call father or mother. There is a substantial reason behind it. ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് അമ്മ അപ്പ എന്നുള്ളതായ വാക്ക് അത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. As it is brought up only, it is calling father and mother. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൂടി ഈ നാളുകൾ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുക. These days we have to cherish as to what the Lord has done for us. എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് അനവധി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരിക്കുകയാണ്. In my life and your life too, God has done plenty of miracles and wonders. അവൻ നമ്മളെ നശിപ്പിക്കുന്ന ദൈവമല്ല, ജീവിപ്പിക്കുന്ന ദൈവം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. He is the Lord who is not destroying us, rather he is quickening us. അതെ, ആ ദൈവത്തെ അറിയാതെ വണ്ണം അനേകര് വഴിതെറ്റി പോയിരിക്കുന്നതായിട്ട് നമ്മളെല്ലാം ഇപ്പോഴും ഓർക്കേണ്ടിയിരിക്കുക. Without knowing that the true God, many people drifted out of the true way. ഈ ലോകത്തിന്റെ ദൈവം അനേകരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. We notice the God of this world blinded the eyes of many. അത് അന്യ ദൈവങ്ങളെ ആരാധിച്ച് അനേകര് മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Many people worship strange gods and follow their ways. ലോകത്തിലെ വിവിധമായ അനുഭവങ്ങളുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. People with different experiences prevail in the world. ഒരു കൂട്ടരെ നിരീശ്വരന്മാരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. One group becomes atheists. അത് മാത്രമല്ല, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാത്ത ഒരു കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. There's another group, even knowing in true God, they do not glorify him. അത് മാത്രമല്ല, സാത്താനെ നേരെ ആരാധിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. There's yet another group which is worshiping Satan. അത് രണ്ടും കൂടി ചേർന്ന് ആരാധിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. Still another group that is worshiping both these. എന്നാൽ സത്യദൈവം എങ്ങനെയുള്ളവനെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞവനെ ആരാധിക്കേണ്ടിയിരിക്കുകയാണ്. We have to discern as to what is this a true God. അതെ, കർത്താവ് വഴി സത്യവും ജീവനുമാകുന്നുവെന്ന് കർത്താവ് യേശുക്രിസ്തു അരുളി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ The സാധിക്കും. Lord Jesus Christ claims, I am the way, the truth and the life. ആകാശവും ഭൂമിയും സമുദ്രം അവരുള്ളൊക്കെ സൃഷ്ടിച്ച ദൈവം എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് He ഓർക്കേണ്ടിയിരിക്കും. is the God who created the heaven, the earth and all the things therein. അവനാണ് നമ്മളെ ദൈവം എന്ന് ഏറ്റുപറയുവാണ്ടൊക്കെ വണ്ണം നമ്മെ സഹായിക്കേണ്ടിയിരിക്കുകയാണ്. God will enable us in order to confess He is our God. ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്കൊരു പ്രത്യേക ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് മോശയോട് പറഞ്ഞു എന്ന് നമ്മൾ അവരോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Israelites made a demand unto Moses, you have to make a special God for us. അതെ, അഹരോനോട് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനായിട്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറയുക. And to Aaron they demanded, not to walk before us, make a God for us. അവരുടെ ഹൃദയത്തിന് ഒത്തവണ്ണം ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുത്തു. According to the desire of the heart, a God was made for them. ആ പ്ലാൻ എല്ലാം പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The entire plan pattern was suggested. എന്നാൽ അത് ദൈവം എന്ന് പറഞ്ഞ് അവരെടുത്ത് ആരാധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. They took it, started worshipping, telling this is God. അങ്ങനെ കാളക്കുട്ടിയെ അവർ ആരാധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Thus we understand the kid of the bull was worshipped by them. എന്നാൽ അനേകരുടെ അവരുടെ മനോനിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നതായിട്ട്
നമുക്ക് കാണാം. Many people became false because of their fantasy. ഇന്ന് ദൈവങ്ങളെ വാരിക്കൂട്ടിയിട്ട് തൂക്കി വിൽക്കുന്നതായ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen many places where gods are heaped up, weighed in the balances and sold. ഇഷ്ടം പോലുള്ളതായ ദൈവത്തെ അവർക്ക് വാങ്ങിയെടുക്കാം. You can choose gods according to your desire. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കാം. Interestingly, our God is not like that. ഈ അന്ധതയിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ അനേകരെ കർത്താവ് പൂർണ്ണമായിട്ട് വിടുവിക്കേണ്ടിയിരിക്കുകയാണ്. God must liberate many people from this superstition and blindness. നമ്മളുടെ സുവിശേഷത്തിൽ ഇത് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരായി തീരുമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. In our gospel, if this is not preached, we shall become guilty. ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ളതായ അറിവ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുകയാണ്. We have to supply the real understanding about the true God in their life. ആ ദൈവം അത് ഒരു സ്നേഹിതനായിട്ട് ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. As a loving friend, that God paid a visit to this world. അത് മാത്രമല്ല അവൻ ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Besides, he made his advent to the world as a redeemer. അതെ, അവൻ ആത്മമണവാളനായിട്ട് ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Also, he came to the world as a spiritual bridegroom. പാപത്തിൽ അധീനരായിരുന്ന മനുഷ്യരെ കർത്താവ് വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. The Lord delivered the man who was plunged in sin. അതുകൊണ്ട് അവനെ കുറിച്ച് നമുക്ക് നമ്മുടെ ദൈവം എന്ന് പറയുവാണ്ട് കൊണ്ട് നമ്മെ സഹായിക്കേണ്ടിയിരിക്കുക. God must enable us to claim him our God. കഷ്ടതയോ പട്ടിണിയോ ഒന്നും ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ പിന്തിരിക്കുവാണ്ടൊക്കെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണാം. Sufferings, starvation, any kind of persecution shall never take away from the love of our God. ആ കർത്താവിനെ കണ്ടെത്തേണ്ടതിനാണ് ഒരു അവസരം കൂടി കർത്താവ് നമുക്ക് രാത്രികാലം കർത്താവ് നമുക്ക് തരികയാണ്. Tonight the Lord is supplying one more opportunity to meet and see the same God. നമ്മുടെ സുവിശേഷം അതിനെ മുഖാന്തരമാക്കി തീർക്കേണ്ടിയിരിക്കുകയാണ്. This gospel must be instrumental for the same purpose. അതേ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും മനുഷ്യൻ പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. With this gospel, man must obtain life and immortality. സുവിശേഷത്താൽ മനുഷ്യന് രൂപാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുകയാണ്. By this gospel, man must have transformation. അതേ ആ അനുഭവത്തിലേക്ക് വരേണ്ടതിനായിട്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഈ രാത്രികാലം വിളിക്കുകയാണ്. Tonight, the Lord is inviting each one of us to come to that stage. ആ വലിയവനാ ദൈവങ്ങളുടെ മധ്യേ ഈ രാത്രികാലം കടന്നു വന്നിട്ടുണ്ട്. The great God has come to our midst right now. ഈ ദൈവം ഇന്ന് വന്നേക്ക് നമ്മുടെ ദൈവം എന്ന് പറയുവാണ്ടൊക്കെ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുകയാണ്. We must be able to say, this God is our God today and forever. അതേ അവൻ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുമെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. He has promised he is able to lead us till the very end of our life. അതേ അവൻ വേഗം വരാനായിട്ട് പോവുകയാണ്. He is going to appear very soon. അതെ അവൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. I would like to tell you from where does the Lord come. അതെ അവൻ സിയോനിൽ നിന്ന് വരുന്നു ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. From the word of God we read, he is coming from Zion. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുമെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കും. Epistle Romans we read, the deliverer comes from Zion. റോമർ 11:25 Romans chapter 11 verse 25. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. We read, the deliverer, redeemer comes from Zion. അത് നമ്മൾ ഈ വാക്യത്തിന്റെ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം തന്നെ സിയോനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. In this portion, the first sentence speaks about Zion. അതെ, സിയോനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല എങ്കിൽ നമ്മുടെ സുവിശേഷം പൂർണ്ണമാകില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. If we do not preach about the Zion, our gospel shall never become complete. മഹത്വത്തിലേക്ക് പ്രവേശിച്ചതായ പാസ്റ്റർ യേശു തോമാച്ചാന്റെ പ്രധാന വിഷയം സിയോനായിരുന്നു. Zion is the most important subject of Pastor A.C. Thomas, who entered glory. അദ്ദേഹം അവസാനമായിട്ട് ശുശ്രൂഷ ചെയ്ത് മരിച്ചതും തിരുവല്ലയിലാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കും. During the final hours, he did ministry and entered glory from Tiruvalla. അദ്ദേഹം കൈവച്ചെടുത്ത അവസാനത്തെ ബാച്ച് കൂടിയാണ് ഞാനെന്നുള്ള കാര്യം ഓർപ്പിക്കാം. I is one of the members of the last batch where he put his hand upon us and separated for the ministry. പലപ്പോഴും അദ്ദേഹം സിയോനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് പറയാം. Time and again, he used to speak about Zion. ഞാൻ മർത്തമ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തി. I was brought up in Marthamite Christian backdrop. സിയോൻ ഗീതത്തിൽ നിന്നുള്ള പല പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. I used to sing many songs from Zion hymns. എന്നാൽ സിയോൻ എന്താണെന്നോ അതിന്റെ മഹത്വം എന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കുവാനൊക്കെ ഉള്ള സാധിച്ചു. During latter days only I could understand what is this Zion and what is its glory. അത് അടുത്ത തലമുറ ഇതിനെക്കുറിച്ച് അറിയേണ്ടതിനായിട്ട് പല മാധ്യമങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. Through different media,
we do many things in order that the next generation must know about this Zion. ആ സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം വെക്കാൻ നമ്മൾ വായിക്കുക. Walk around Zion and offer sacrifices unto God. അത് വരുവാനുള്ള തലമുറയോട് പറയേണ്ടതിനായിട്ട് അതിന്റെ ഗോപുരങ്ങളെ എണ്ണി കൊത്തളങ്ങളെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുകയാണ്. Count the towers, preserve the bulwarks to teach about the future generation. ഈ പ്രത്യേകമായ ദർശനമാണ് ഈ നമ്മുടെ സഭയുടെ പ്രത്യേകമായ അടിസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. It is this special vision is the foundation of our church. അത് സിയോനിൽ ഉപദേശിച്ച യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെട്ടു വരും നമ്മൾ വായിക്കുകയാണ്. From Zion there is instruction, and from Jerusalem the word of God is coming. അത് സിയോനെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ ഉപ്പില്ലാത്ത ആഹാരം പോലെ നമുക്ക് കാണാൻ സാധിക്കും. If you do not preach about Zion, it is like a food without salt. പല വിധത്തിലുള്ളതായ പ്രസംഗങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ കേട്ടെന്ന് വരാം. Sometimes we got the opportunity to listen to different kinds of messages. മറ്റ് വിഭാഗങ്ങളെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തെന്ന് വരാം. People of the denominations might perform wonders and signs. ധനസമ്പാദനത്തിനുള്ളതായ പല കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുത്തെന്ന് വരാം. They will teach you the ways to accumulate wealth. ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾ ധനമെല്ലാം കിട്ടുമെന്ന് അവരോട് പറയുകയാണ്. If you do this and that, you can accumulate amass money. എന്നാൽ നമ്മുടെ പ്രധാനമായ ഉപദേശം സിയോനും യെരൂശലേമുമാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. But an important doctrine is Zion and Jerusalem. അത് സിയോൻ എന്നുള്ളതായ ഉപദേശം മാത്രമല്ല, സിയോൻ ഒരു ശക്തി കേന്ദ്രമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. Not only there is instruction from Zion, again power too comes from Zion. അത് എല്ലാത്തിന്റെ ആസ്ഥാന കേന്ദ്രമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. Zion is the epicenter, capital of everything. അത് അവിടെ നിന്ന് കർത്താവ് പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുകയാണ്. We have to bear in mind the Lord is shining from there. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. We read from there the Lord is calling us. ആ വിളിയെല്ലാം ചിലപ്പോൾ അവസാനിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വരാനായിട്ട് പോവുകയാണ്. We are going to come to a season which that call is going to come to an end. എപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. Keep in mind, ever will never he continue calling. എന്നാൽ ഈ വിളി അവസാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. There is a season which this call shall come to an end abruptly. അതുകൊണ്ട് വിളി കേട്ട അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഈ രാത്രികാല കർത്താവ് നമ്മളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. Tonight, God must enable us to incline to the call and to follow him. ആ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുന്നതിനായിട്ട് നമ്മൾ അവന്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലേണ്ടിയിരിക്കുകയാണ്. To obtain the glory of God, we must draw nigh unto him. അതേ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുന്നതിനായിട്ടല്ലോ നിങ്ങളെ സുവിശേഷ ഘോഷണത്താൽ വിളിച്ച് നമ്മൾ കേട്ട് You കഴിഞ്ഞിരിക്കുകയാണ്. are called by the gospel to obtain the glory of Lord Jesus Christ. അതേ മഹത്വം നഷ്ടപ്പെട്ടതായ മനുഷ്യനെ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് സുവിശേഷം എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുക. Gospel is something through which the man who came short of the glory can come back to the same. അതിനുവേണ്ടി അവൻ ഈ താണ ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ For സാധിക്കും. the same purpose, the Lord came down to this low earth. ആ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. When we think about that Jesus in the book of Revelation, we read. അത് ഇരുന്നവനും വരുന്നവനും എന്നുള്ള ദൈവത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. He was the one who is going to come. അതെ, മൂന്ന് കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 3 things are mentioned there. അത് ഇരുന്നവനും വരുന്നവനും നമ്മൾ വായിക്കുകയാണ്. We read he was അത് and he is ഇരുന്നവനും coming. ഇരിക്കുന്നവനും വരുന്നവനും നമ്മൾ വായിക്കുകയാണ്. He was, he is yet to come. വായിക്കാം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ അവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പോൾ വരുന്നവനായ കർത്താവിനെ കുറിച്ച് നമ്മൾ അവിടെ വായിച്ചു. Here we read about the Lord who is going to appear. ഒരു സമയത്ത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നവനാണെന്ന് എബ്രായർലേഖനം 8:9 നമ്മൾ വായിക്കുകയാണ്. Coming to Hebrews chapter 8 verse 9, we read in the time past he was in the presence of the Father. അവൻ പിതാവിനോടുകൂടി ഇരുന്നവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Here we read he had been with the Father. അതിലെ സകല മഹിമയും അണിഞ്ഞുകൊണ്ട് അവൻ പിതാവിനോടുകൂടി നിത്യതയിൽ ഇരുന്നതായ ദൈവ കർത്താവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. About this Lord we read, putting on the entire glory, he had been with the Father in his presence above. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന് പറഞ്ഞ് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായിട്ട് നമുക്ക് കാണാം. Telling, Lo Father, I come to do thy will, he came down to this low earth. അവൻ ജഡവേഷമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. He took the incarnation of a human being and came down to this earth. അതെ, അതാണ് കർത്താവ് യേശുക്രിസ്തു എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. That is what is Lord Jesus Christ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു നമ്മൾ വായിക്കുകയാണ്. In the beginning was the Word, and the Word was God. അതേ വചനം ദൈവത്തോടു കൂടി ആയിരുന്നു നമ്മളെ ദൈവനത്തിൽ നമ്മൾ വായിക്കുകയാണ്. That Word was with God, we read from the scripture.
വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുക. That word was God, we read from the scripture. ആ വചനം ജഡമായി കൃപയും സത്യം നിറഞ്ഞവനായിട്ട് ഭൂമിയിൽ പാർത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. That took flesh, became full of grace, dwelt among men. ആ വചനമാകുന്ന കർത്താവിനെ നമ്മൾ അറിയേണ്ടിയിരിക്കുകയാണ്. We must understand that word, our Lord. അവൻ ഭൂമിയിൽ തന്റെ ഇഷ്ടം നിവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. He perfected the will of the Father in this world. അതായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം എന്നുള്ള കാര്യം കൊണ്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. That was the death of Lord Jesus Christ on the cross of Calvary. ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരിയിലേക്ക് നമ്മൾ നോക്കേണ്ടിയിരിക്കുകയാണ്. We must look unto the cross of Lord Jesus Christ on Calvary. ആ കാൽവരി അനുഭവമില്ലാത്ത സുവിശേഷം യഥാർത്ഥമായ സുവിശേഷമല്ല. A gospel devoid of that Calvary is not the real one. അത് കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാവേശു നിനക്ക് വേണ്ടി. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാവേശു നിനക്ക് വേണ്ടി. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നേ. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നേ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. നമ്മളുടെ ആദ്യകാലത്ത് സുവിശേഷം കാൽവരി സ്നേഹത്തിന്റെ സുവിശേഷമായിരുന്നു. During the initial days, our gospel was about the love of Calvary. എന്നാൽ ധനവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. Once we had riches and wealth, we just drifted away from that motivation. വലിയ വാദ്യോപകരണങ്ങളും മൈക്കിന്റെ സൗണ്ടും വെൽക്കുന്നതല്ല യഥാർത്ഥമായ സുവിശേഷം എന്നുള്ള കാര്യം കൊണ്ട് ഓർപ്പിക്കും. Real gospel is not a huge microphone or the music of instruments. മറ്റുള്ള വിഭാഗങ്ങളെല്ലാം അതിൽ നിന്ന് ലയിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Today, other denominations get dissolved into the same. ആ സുവിശേഷത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. We notice a band of people that is converting gospel into duplicity. നമുക്ക് കർത്താവിന്റെ കാൽവരിയുടെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുകയാണ്. We must make a comeback under the experience of Calvary of Lord Jesus Christ. ഈ അന്ത്യനാൾ നമുക്കൊരു മടങ്ങുവരവിന്റെ അനുഭവം ഉണ്ടാകേണ്ടതിനാണ് നമുക്ക് ദൈവത്തോട് We പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത്. must pray to God these last days to have a comeback unto God. ദൈവസന്നിധിയിലേക്ക് ഈ രാത്രികാൽ നമുക്കൊന്ന് മടങ്ങി വരാം. Tonight let us make a comeback to the presence of ആ God. കർത്താവ് നമ്മൾ ഈ രാത്രികാലം വിളിക്കുക. Tonight the Lord is calling us. അത് മാത്രമല്ല, ഞാൻ മൗനമായിരിക്കില്ല എന്ന് വായിക്കുക. We read, I will not remain silent. അതെ, മൗനമായിരിക്കയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു മൗനകാലം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു. As it is mentioned, the Lord shall not keep silence. There was a season of silence. അതെ, മൗനകാലം വിട്ടിട്ട് വേറൊരു അനുഭവത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Living the season of silence, he is coming to another season. അതെ, മനുഷ്യനെ രക്ഷപ്പെടേണ്ടതിനായിട്ട് ദൈവം ചില പ്രത്യേകമായ പീരീഡ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. You not to redeem man, rescue man, God has allowed certain season. എന്നാൽ ആ കാലം അധിക നാൾ നിലനിൽക്കുക എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. That phase shall never continue forever. ആ ദൈവത്തിന്റെ മൗനകാലം കഴിഞ്ഞതിന് ശേഷം ചില പ്രവൃത്തിയിലേക്ക് ദൈവം തിരിച്ചു വരാനായിട്ട് പോവുകയാണ്. Once the period of silence of God is over, he is coming back to do something. അതെ, അതിനെക്കുറിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ ചില ദർശനങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് കാണാം. Prophet Habakkuk has a few visions about the same. അതെ, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ ഞങ്ങളെ ജീവിപ്പിക്കണമെന്ന് പറയുക. Oh Lord, renew us in the midst of the year. ആണ്ടുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഓരോ വർഷവും കടന്നു പോകുന്നതല്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. Every year passes by is the meaning of the same. അതെ, ആണ്ടുകൾ കഴിയുക എന്ന് പറയുമ്പോൾ അതിന്റെ വേറെ അർത്ഥമാണ് ഞാൻ കൽപ്പിക്കുന്നത്. Years pass by, I attribute a different meaning. ആ സെക്കൻഡുകൾ മിനിറ്റുകളായിട്ട് മാറ്റപ്പെടുകയാണ്. Seconds become minutes. അല്ലെ, മിനിറ്റുകൾ മണിക്കൂറുകളായിട്ട് മാറ്റപ്പെടുകയാണ്. Minutes become hours.
hours. മണിക്കൂറുകൾ മാസങ്ങളായിട്ട് മാറ്റപ്പെടുക. Hours become months. അതെ, മാസങ്ങൾ വർഷങ്ങളായിട്ട് മാറ്റപ്പെടുക. Months become years. അതെ, ദൈവത്തിന്റെ അനാഥ നിർണയപരമുള്ളതായ കാലസംഖ്യ പൂർണ്ണമാകുമ്പോൾ കർത്താവ് വരാനായിട്ട് പോയി. As for the eternal plan of God, once the time is fulfilled, the Lord is going to appear again. ഞാൻ ചിന്തിക്കുന്ന ആണ്ടുകൾ മുമ്പെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കാലയളവ് തീരുന്നതിന് മുമ്പാണ് ഇതിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് വായിക്കുക. In my opinion, before the years are over, that means the perfection of God, His work should be completed before that. ഹബക്കൂക്ക് പ്രവചനത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാം. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ എന്ന് വായിക്കുകയാണ്. Wherein, O Lord, in the midst of the years, make known. അത് ഒരു വലിയ തീയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ അവിടെ കാണുകയാണ്. There we understand the picture of a God standing in the midst of a great fire. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു തേജസ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. As we read the following passages, we understand your glory. അതെ, അവന്റെ വല്ലഭത്വം അവിടെ മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. His might, magnitude is hidden there. അതെ, സകലത്തെ ദഹിപ്പിക്കുന്ന ഒരു തീജാല കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Here we see a flame of fire that consumes everything. അതെ, പെസ്റ്റിലൻസ് അവന്റെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. We understand the angels follow him. അതെ, ഈ ഭയങ്കരമായ കാഴ്ച കണ്ടപ്പോൾ ആണ്ട് കഴിയും മുമ്പേ നീ ഞങ്ങളെ ജീവിപ്പിക്കണമെന്ന് പറയുകയാണ്. On seeing this mega sight, he makes a prayer. Renew thy works in the midst of the year. അന്ത്യകാലം നടക്കുവാൻ പോകുന്ന ഒരു വലിയ സംഭവത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. That is fixed about the great events that is going to take place during the last days. അതെ, ആ കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്ന കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. Bear in mind, we are now stepped into such a season. ഒരു ഭയങ്കരമായ കാലത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. We have reached a terrific moment. അതെ, ഹബക്കൂക്ക് പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ ഇത് എഴുതി വരച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നു. It is directed to the prophet Habakkuk. You have to draw it, write it, and keep it safe. നീ ഒരു പ്രത്യേക ഡ്രോയിങ് ബോർഡിൽ എഴുതി അത് വരയ്ക്കണമെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുക. You have to draw it on a special drawing board and draw it upon it. അത് ഭയങ്കരമായ ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. That became a furious sight. 1974 ബോംബെയിൽ എനിക്കൊരു ജോലി ഉണ്ടായി. In 1974, I was employed in Mumbai. 74 നവംബർ മാസത്തിൽ ഞാനൊരു പ്രത്യേകമായ ദർശനം ഇതുപോലെ കണ്ടു. In 74 November, I had a particular vision. അതിനുശേഷമാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്കായിട്ട് വന്നത്. Thereafter, I resigned my job and came out to do the ministry of God. ഞാൻ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. I was in the atmosphere. അത് ഭൂമി കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയാണ്. The earth was burning in that vision. ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഡൈവ് ചെയ്ത് അനേകരെ രക്ഷിച്ച് പ്രത്യേകമായി ഷട്ടലിലാക്കുകയാണ്. From above, I dived to the earth. I rescued many people from the fire. അത് ഒരു അരമണിക്കൂറോളം അത് തുടരുന്നതായിട്ട് ഞാൻ കണ്ടു. For 30 minutes, the process continued. അത് മനുഷ്യർ അത് ഉരുകി മാറുക. People became melted down. അത് മാത്രമല്ല മണ്ണും കൂടി ഉരുകി മാറുന്നതായിട്ട് ഞാൻ കാണുകയാണ്. Even the earth was melted down in that vision. അത് കഴിയുന്നിടത്തോളം മനുഷ്യരെ നീ രക്ഷിക്കുക എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണ്. It was directed to me as much as possible, rescue, save people. അനേകരുടെ നിലവിളി ഭൂമിയിൽ നിന്ന് ഉയരുകയാണ്. The cry of many shot up to the earth. അത് SOS സിഗ്നൽ പോലെ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളതായ പ്രത്യേകമായ നിലവിളി ഉണ്ടാകുകയാണ്. Like the same emergency signal, people were crying aloud. ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ഡൈവ് ചെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. From the atmosphere, I was diving down to the earth. ആ കാഴ്ച എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു. The sight grieved me to the core. അത് അനേകാര്യങ്ങൾ ഈ അനുഭവത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. Many thousands are yet to come to this gospel. അത് പേപ്പർ വാർത്തകളും അതിനോടനുബന്ധിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. Daily news items support the same. ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ യുദ്ധം അതിലേക്ക് നീങ്ങാൻ പോവുകയാണോ എന്ന് സംശയിക്കുകയാണ്. I am doubtful the present Ukraine war is leading into the same. അതെ, കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് ഇങ്ങനെ പ്രസ്താവിച്ചു. Recently, Russian president declared. അതെ, റഷ്യയെ നശിപ്പിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ അവസാനമാണെന്ന് താൻ പറയുക. And people if attempt to destroy Russia, that will be the end of the world. അതിന്റെ അർത്ഥം ഒരു ആറ്റം ബോംബിലേക്ക് ലോകം വരാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Which means the earth is going to come unto an atomic bomb. ലോകരാഷ്ട്രങ്ങൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. All the kings of the world are getting ready for the same. ഒരുപക്ഷെ യുക്രൈൻ യുദ്ധം ഏത് ദിശയിലേക്ക് തിരിഞ്ഞു പോകുന്നു നമുക്ക് ആർക്കും പറയാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. None of us can predict as to which direction the present Ukraine war may turn. ഭൂമി അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കാം. The earth is limping under its fag end.
അതിനു മുമ്പായി രക്ഷപ്പെടേണ്ടവരെല്ലാം രക്ഷപ്പെടേണ്ടിയിരിക്കുകയാണ്. Before the destruction, all those who want to be saved, please come to this rescue. ദൈവവചനത്തിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. Again, let us focus our attention onto the word of അതെ, God. ആണ്ടുകൾ കഴിയും മുമ്പേ ഞങ്ങളെ ജീവിപ്പിക്കുക എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുക. Oh Lord, revive us in the midst of the years. അവന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസം പോലെ നമ്മൾ വായിക്കുകയാണ്. In the presence of God, 1 day is likened to 1,000 years. 1000 ദിവസം ഒരുപോലെ നമ്മൾ വായിക്കുക. Again, 1,000 years likened to 1 day. നമുക്ക് പല ഘടികാരങ്ങൾ അല്ലെങ്കിൽ വാച്ച് ഉണ്ടെങ്കിൽ അതനുസരിച്ചല്ല കർത്താവ് പോകുന്നത്. We got different clocks. The Lord is not following any. ഇസ്രായേൽ ഒരു ഘടികാരമായിട്ട് നമ്മൾ പറയുക. We know Israel is considered a clock. അതെ, ഇസ്രായേലിന്റെ മടങ്ങിവരും അവരുടെ ഓരോ കാര്യങ്ങളും ഒരു അന്ത്യകാലത്ത് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. Every action of the Israelites, their homecoming speaks about the second advent of the Lord. അത് മാത്രമല്ല, ശാസ്ത്രജ്ഞർ ഡൂം ഡേ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Scientists have made the doomsday clock. ഇനി അർദ്ധരാത്രി ആകുവാനായിട്ട് 5 മിനിറ്റേ ഉള്ളൂ എന്ന് അവരും പറയുക. In their clock they say only 5 minutes more for dead night. അത് മാത്രമല്ല, നമ്മുടെ സാധാരണ ക്ലോക്കുകളുണ്ട്. They are all moreover our ordinary clocks. അത് മാത്രമല്ല, വിവിധമായ ഘടികാരങ്ങൾ നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേകമായ ഒരു സമയമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുക. All the man has got different clocks. In the heart of God there is a particular time. ആ സമയം വരുമ്പോൾ കർത്താവ് ചില കാര്യങ്ങളെല്ലാം ഭൂമിയിൽ നിവർത്തിക്കാനായിട്ട് പോവുകയാണ്. Once that time comes, the Lord is going to fulfill a few things specifically. നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ പറയുക. Habakkuk is crying unto God, "O Lord, renew thy works." അതേ, ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. God has got a mega work to do. അതേ, ഒരു വലിയ രക്ഷാദൗത്യം ഭൂമിയിലെ ദൈവം ചെയ്യാനായിട്ട് പോവുക. A great work of rescue God is going to accomplish in this world. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കേണ്ടിയിരിക്കുക. Where he must be drawn out of fire and brought to salvation. നമ്മൾ ക്ലോക്ക് നോക്കിയാലും ചിലപ്പോൾ ആണ്ടർതി മീറ്റിംഗ് നടത്തി കാണും. When we look at the clock, looking at the clock, we conducted year-end service. ഞാനും ക്ലോക്ക് നോക്കിയാണ് ആണ്ടർതി മീറ്റിംഗ് നടത്തിയത്. I too looked at the clock and conducted the New Year service. പിന്നെ അത് ഞാൻ ചെയ്തത് നമ്മുടെ ശുശ്രൂഷ ഡിവൈഡ് ചെയ്താൻ വേണ്ടി മാത്രം നോക്കിയെന്നുള്ളത്. You not to correct divide the ministry only. I watched the clock. ഓരോ സമയത്ത് ശുശ്രൂഷ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ക്ലോക്ക് നോക്കിയെന്നുള്ളത്. In every service, to divide the ministry, I used to look at the watch. വർഷം കഴിഞ്ഞു പോയത് ഏത് സമയത്താണെന്ന് നമുക്കാർക്കും നിശ്ചയിപ്പാണ്ടൊക്കെ സാധിക്കും. We cannot pinpoint as to which moment the year passed away. ചില ക്ലോക്കുകളൊക്കെ ഫാസ്റ്റ് ആയിരിക്കും. Some clocks become fast. ചില ക്ലോക്കുകളൊക്കെ സ്ലോ ആയിരിക്കും. Some becomes slow. ചില രാജ്യങ്ങളിലെ ക്ലോക്ക് ചിലപ്പോൾ അങ്ങനെ വന്നെന്ന് വരാം. The clocks of some countries show different times. ചില ക്ലോക്കുകളൊക്കെ ചിലപ്പോൾ ഓടാതിരിക്കുന്നതായിരിക്കും. Some clocks become standstill. അപ്പോൾ അത് നോക്കി നമുക്ക് മുൻപോട്ട് പോകാണ്ടൊക്കെ സാധിക്കുകയില്ല. Looking at the worldly clocks, we cannot move forward. ഒരിക്കലൊരു ക്ലോക്ക് എന്നെ ചതിച്ചു. Once the clock deceived me. 5:30 ഒരാളെ പ്രാർത്ഥിച്ചയക്കാനായിട്ടുള്ളതാണ്. I had to go to pray and send a person at 5:30 in the morning. വെളുപ്പിന് 5:30 പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ളതായ കാര്യമായിരുന്നു. There's something that I had to pray early morning at 5:30. ഗൾഫിലേക്ക് പോകാനുള്ളതായ വ്യക്തിയായിരുന്നു. A person who had to go to Gulf. പെട്ടെന്ന് 4:30 ആയപ്പോൾ നോക്കിയപ്പോ ക്ലോക്കില് 4:30 ആയിരിക്കാം. In the clock suddenly I noticed it was 4:30. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി അങ്ങനെ 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി അങ്ങ് നടന്നു. I got ready. I had to walk 2 kilometers therefrom. മുൻപോട്ട് പോകുന്നോ ഞാൻ ചിന്തിച്ചു കുറച്ച് നടക്കുമ്പോൾ നേരം വെളുക്കും. I thought as I move a little forward, the day would dawn. 1 കിലോമീറ്റർ നടന്നിട്ട് നേരം വെളുക്കുന്നില്ല. I walked 1 kilometer, but no day dawns. ഞാൻ ചെന്നെത്തിയത് ഒരു പള്ളിയുടെ ശവക്കോട്ടയുടെ സെമിത്തേരിയുടെ അടുത്തായിരുന്നു. I reached the graveyard of a church. ഞാൻ പെട്ടെന്ന് എന്റെ ബാഗ് തുറന്ന് ചെറിയ വാച്ച് എടുത്ത് 2:30 ആയിട്ടുള്ളൂ. Suddenly I opened my bag. Look at my watch. It was only 2:30 in the morning. ഞാൻ ചിന്തിച്ച് ഞാനൊരു വല്ലാത്ത സ്ഥലത്ത് വന്നെത്തിയിരിക്കുകയാണ്. I have come to a dangerous place. പുറകോട്ട് പോയാൽ ഫെയ്ത്തോയിൽ പോകണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. If I go back to reach the faith home, I have to walk 1 kilometer. മുൻപോട്ട് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ പോയാൽ 1 കിലോമീറ്റർ നടക്കണം. I have to reach my destination, Father the house, again 1 kilometer I have to cross. പഴമക്കാർ പറയാറുണ്ട് സെമിത്തേരിയുടെ അടുത്ത് ഭൂതമുണ്ട് പ്രേതമുണ്ടെന്നൊക്കെ പറയാറ്. People of the locality would say that in the graveyard there is a demon
and the evil spirit. ആരെയും കാണുന്നില്ല, നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നു. Total silence, graveyard silence, nobody is seen. ഞാൻ എന്നെ തന്നെ അങ്ങ് ശക്തീകരിച്ചു. I strengthened myself. വരുന്നത് വരട്ടെന്നുള്ള രീതിയിൽ കാല് താഴെ ഇട്ട് ചവിട്ടി ആരുടെ എന്തടാന്ന് പറഞ്ഞ് മുമ്പോട്ട് ഇങ്ങനെ പോകും. I was ready to meet the consequences, stormed on the ground. I shouted, who are you? Who is there? I moved forward. ആര് വന്നാലും ദ്വന്ദ്വയുദ്ധം നടത്താനുള്ള തയ്യാറോടുകൂടിയാണ് മുമ്പോട്ട്. If anybody comes, I am ready to wrestle against him. കുറച്ച് വളരെ അടുത്ത് വന്നപ്പോൾ ഒരു പട്ടി എടുത്ത് കുറുക്കിയാടി. When I reached that church, a dog crossed my way. അവൻ നേരത്തെ അവിടെ തിന്നോണ്ടിരിക്കുന്ന ഞാൻ കണ്ടതാ. It was eating something. I noticed that. ചില ട്രെയിനുകളൊക്കെ തുരങ്കത്തോടെ പോകുന്ന സമയത്ത് ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. When certain trains passed through the tunnel, they used to create a specific noise. തുരങ്കത്തിൽ വലിയ കാട്ടുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓടിപ്പോകാനായിട്ടായിരുന്നു. And before the tunnel, if there is a wild animal, it must go away on hearing the sound. ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കി പോയപ്പോൾ പട്ടി എടുത്ത് കുറുക്കിയാടി ഓടിക്കളയും. When I heard the sound, the dog crossed my way and fled away. വേറെ വല്ലവരും ഇത് പ്രേതമാണെന്ന് പറഞ്ഞാൽ. If someone else were there, they would have told that it was a demon, ghost. വാലുള്ള പ്രേതമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചേ. Telling that is a ghost with a tail. ചുരുക്കം പറഞ്ഞാൽ ഞാൻ നോക്കിയതായ ടൈം പീസ് പകല് 4:30 നിന്ന ടൈം പീസായ. Simply speaking, to my surprise, during the daytime, that clock that is stopped at 4:30 in the afternoon. ആ ടൈം പീസ് അവിടെ നിൽക്കുകയായിരുന്നു, 4:30 നിൽക്കുകയായിരുന്നു. That clock is stopped at 4:30 in the afternoon. ഞാനത് അറിയാതെയാണ് ഇങ്ങനെ നടന്നുപോയി. Without knowing that, I pressed forward. എങ്കിലും വഴിമധ്യേ പല കാര്യങ്ങളെല്ലാം നേരിടേണ്ടതായിട്ട് വന്നു. During the course of the journey, I had to encounter plenty of strange things. പ്രത്യേകിച്ചൊന്നുമില്ല, ഭയത്തിന്റെ അനുഭവത്തിൽ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയി. Because of the experience of fear, I thought many things and I moved forward. വഴിയിരിക്കുന്ന കല്ലുകളെല്ലാം പ്രേതമായിട്ട് തോന്നി. I thought that all the milestones seemed to be evil spirits and ghosts. അതെന്നെ ഒന്നും ചെയ്തില്ല. They did not harm me. എങ്കിലും എനിക്ക് ഇരട്ടി ശക്തി ദൈവം എനിക്ക് നൽകിയിട്ടാണ്. God has given me double-fold strength. എന്നാൽ അന്ധവിശ്വാസങ്ങളിലെ ദുരാചാരങ്ങളുടെ മധ്യേ പോകുന്നവരെ കൂടി ഓർപ്പിക്കുകയാണ്. People who move forward through vain traditions and superstitious beliefs. കർത്താവിൽ ധൈര്യമുള്ളവരായിട്ട് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. Let us become strong in the Lord and march forward. ഞാൻ പറഞ്ഞത് പ്രത്യേകമായ ഒരു ക്ലോക്ക് ദൈവത്തിനുണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. So my point is, with God there is a special clock. കാലം തീരുന്ന സമയത്ത് കർത്താവ് തന്റെ പ്രവൃത്തികളെല്ലാം തികയ്ക്കാനായിട്ട് പോവുകയാണ്. Once the time is over, the Lord is going to perfect His specific work. നമ്മളിത് കൃപാകാലത്തിന്റെ അവസാനത്തിലേക്ക് വന്നെത്തിയിരിക്കും. We have come to the final moments of the dispensation of grace. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ തേജസ്സിന്റെ സുവിശേഷത്തെ കുറിച്ച് നിങ്ങളെ അറിയിച്ചിരിക്കും. Introductorily, I spoke about the gospel of glory. ആ തേജസ്സിന്റെ സുവിശേഷം മാത്രമല്ല, കൃപയുടെ സുവിശേഷം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. Not simply the gospel of glory, that is even the gospel of grace. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാ ദിവസവും നമ്മൾ വായിക്കുക. Romans we read, this is the day of salvation, this is a blessed time. അതെ, ആ കൃപയുടെ കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്ന കാര്യം ഓർപ്പിക്കുകയാണ്. We have reached the season, the dispensation of grace. അതെ, പുരാതന കാലത്ത് നോഹ പെട്ടകം ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വായിക്കുക. During the primitive days, Noah built an ark. അതെ, അനേകർ ജലപ്രളയത്താൽ മുങ്ങി മരിച്ചതായിട്ട് നമുക്ക് കാണാം. Many people got marooned in the floods and died. അത് മാത്രമല്ല, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് വായിക്കുക. Noah found grace in the sight of God. അതുപോലെ ഒരു കൂട്ടരുടെ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുക. Thus we read, one group is moving into condemnation. നോഹയുടെ കാലം സംഭവിച്ച പോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാവും നമ്മൾ വായിക്കുക. As happened in the days of Noah, so shall happen during the days of the Son of Man. അതേ, മൗനമായിരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ മൗനകാലം രക്ഷപ്പെടുവാനുള്ളതായ സമയം കൂടിയാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. He shall not keep silence, which means from this season there's a way to escape. അതേ, ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്ന 69ാം ആഴ്ചവട്ടം തികയുന്നതിന് ശേഷം ചില ഗ്യാപ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. Coming to the book of Daniel, we read after 16 weeks there is a gap. അത് ജാതികളുടെ രക്ഷാകാലമായിട്ട് നമ്മൾ അറിയുക. There's a period for the salvation of the Gentiles. അത് പ്രഭു ഛേദിക്കപ്പെട്ടു, അതിനുശേഷം ചില കാര്യങ്ങളെല്ലാം നിവൃത്തിയായതായിട്ട് നമ്മൾ വായിക്കുക. The prince was killed, thereafter that followed a few more strange incidents. അത് ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് ദൈവം പ്രത്യേകമായ ഒരു ശൂന്യകാലം കർത്താവ് ഇപ്പോൾ
ഇപ്പോൾ ലോകത്തിൽ കൊടുത്തിരിക്കുക. For the Gentiles to be saved, for the time being, the Lord has given us a specific season. അത് ഇസ്രായേലിനുള്ള ആ ബന്ധത്തിൽ ചില കാര്യങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. In connection with Israel, a few things are carried out now. എന്നാൽ ഈ ശൂന്യകാലം അതേ ലോകത്തിലുള്ള ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യമെന്ന് ഓർപ്പിക്കുകയാണ്. This vacuum season is meant for the salvation of the Gentiles. അത് കാട്ടൊലുവായ നമ്മളെ നല്ല ഒലുവോടെ ഒട്ടിച്ചു ചേർക്കുന്ന ആ സമയം നമ്മൾ വായിക്കാം. We who were the wild olive had been cut, grafted with the good olive. അതെ, നമ്മൾ യോഗ്യതയില്ലാത്ത നമ്മളെ ആ നല്ല ഒലുവോട് ചേർത്ത് ഒട്ടിക്കുന്ന സമയം നമ്മൾ വായിക്കാം. We were unworthy. The Lord has grafted with a good olive, which is God Himself. അത് സഭായുഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. We can say that is a season of church. അത് കൃപായുഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. We can call it the dispensation of grace. അത് ഏതുമില്ലാത്ത നമ്മളെ അവന്റെ സഭയോട് കർത്താവ് ചേർത്തിരിക്കുക. We who are nothing, God has added unto the church. ആ തേജസ്സിന്റെ കൂട്ടവകാശികളാക്കി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. God has chosen us to be the joint heirs of that glory. കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ അനേകര് തന്നെ ത്യജിച്ചതായിട്ട് നമുക്ക് കാണാം. When Lord Jesus Christ came to the world, many people denied Him. അത് മാത്രമല്ല അവനെ ക്രൂശിച്ചതായിട്ട് നമുക്ക് കാണാം. Moreover, He was crucified. എന്നാൽ അവർക്ക് ലഭിക്കാത്തായ മഹത്വപരമായ അനുഭവം ജാതികൾക്ക് കർത്താവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. God is giving a glorious experience which was not given to the Jews. ഈ പ്രത്യേകമായ കാലയളവും തീരാനായിട്ട് പോവുകയാണ്. This particular period is going to be over. അത് ഈ മൗനകാലം തീരുമ്പോൾ വേറെ ചില കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. Once this period of silence is over, a few strange events are going to take place. അത് ഉപദ്രവകാലവും മഹോപദ്രവകാലവും നമ്മുടെ മുമ്പിൽ ആസന്നമായിരിക്കുകയാണ്. The dispensation of tribulation and great tribulation are fast approaching. അതെല്ലാം ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. All the events of the world herald the same thing unto us. ഒരു ലോകാധിപതി അത് പെട്ടെന്ന് രംഗത്ത് വരാനായിട്ട് പോകും. A great ruler of the world is going to appear very soon. അതിനുള്ളതായ സംഭവവികാസങ്ങളാണെന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ട് ഓർപ്പിക്കും. All the events that take place in the world are surrounding to the same. അനേക സ്വേച്ഛാധികാരികൾ ലോകത്തെ ഭരിച്ചതായിട്ട് നമുക്ക് കാണാം. Many outstanding rulers reign to the world. നെപ്പോളിയൻ ബോണപ്പാർട്ട് അത് ലോകത്തെ പിടിച്ചെടുക്കുവാനായിട്ട് താൻ Napoleon Bonaparte wanted to conquer the world. എന്നാൽ തന്റെ രാജ്യം അസ്തമിച്ചതായിട്ട് നമുക്ക് കാണാം. His kingdom too set down. അത് മാത്രമല്ല ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകയുദ്ധം ആരംഭിച്ച ഹിറ്റ്ലറും മുസോളിനിയും അവർ ആ കാര്യം സാധിക്കാതെ അവർ നശിച്ചതായിട്ട് നമുക്ക് കാണാം. Hitler and Mussolini, the prominent characters, belonged to the First World War and the Second World War. They were not able to reach their goal. They met with a sad end. ഒന്നാം ലോകമഹായുദ്ധത്തിന് വഴിവരുന്നിട്ടത് മുസോളിനിയാണെന്നാണ് വായിച്ചു കേട്ടിട്ടുള്ളത്. I read from history, Mussolini paved the way for the First World War. അത് പോളണ്ടിനെ ആക്രമിച്ച് താൻ ഒരു വലിയ റോമ സാമ്രാജ്യം പുനരുദ്ധരിക്കുവാനായിട്ട് താൻ താല്പര്യപ്പെട്ടു. He wanted to attack Poland and wanted to establish a great Roman Empire. ഞാനത് വായിച്ചു കേട്ടതായ ഒരു കാര്യം. I read it from book. അപ്പോൾ തന്നെ ജർമ്മനിയിലെ ഹിറ്റ്ലറും ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാനായിട്ട് താല്പര്യം. Meanwhile in Germany, Hitler wanted to establish another great empire. അത് താൻ ആസ്ട്രിയ ആക്രമിച്ച് താൻ ചില യുദ്ധങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് For the same purpose, he attacked Austria and continued to wage a few battles. ഒന്നാം ലോകമഹായുദ്ധം വാഴ്സാ ഉടമ്പടിയോടുകൂടി അവസാനിച്ചു. The first world war ended with the covenant pact of Warsaw. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം ഹിരോഷിമയിലും നാഗസാക്കിയിലും ആട്ടം ബോംബ് ഇട്ടതോടുകൂടി അവസാനിച്ചതായിട്ട് നമുക്ക്. The second world war came to end with the atomization of Hiroshima and Nagasaki. ഇനിയൊരു യുദ്ധത്തിന്റെ കാഹളം ലോകത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. The trumpet of the battle is echoing throughout the whole world today. അത് വിശുദ്ധ ബൈബിളിൽ ഇതെല്ലാം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം കൂടിയാണ്. All these things are specifically recorded in the Holy Bible. ആ ഭയങ്കരമായ കാലയളവ് വരുന്നതിന് മുമ്പായി നമ്മൾ രക്ഷാനിർണയം നമ്മളെ പ്രാപിച്ചു. Before that formidable season comes, we have to attain salvation of our soul. നമ്മുടെ കർത്താവ് മഹിമയോടെ തേജസ്സോടെ വരാനായിട്ട് പോയി. Our Lord is going to appear in all His glory and honor. അതിനു മുമ്പായി നമ്മൾ എടുത്തുകൊള്ളപ്പെടേണ്ടിയിരിക്കാം. Beforehand, we must be raptured. അതിനായി നമ്മളെ തന്നെ ഈ പകൽക്കാലം നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. For the same purpose, this evening, let us resurrender ourselves. കർത്താവിന്റെ വരവ് ലക്ഷണങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. All the signs of the coming of the Lord are taking place throughout the whole world. അത് ഈ രാത്രികാല രക്ഷാനിർണയം പ്രാപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിനായിട്ടൊന്ന് സമർപ്പിച്ചു If anybody hasn't obtained this experience of salvation, tonight surrender yourself to the same purpose. അതെ, നിങ്ങൾ ഏത് ജാതിയിലോ മതസ്ഥിലോ ഉള്ളവരായിത്തീരണം.
ആയിക്കൊള്ളട്ടെ, നിങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവ് മതിയായവനാണ്. Whatever is your religion and your caste, the Lord is able to save you. അവൻ നമ്മളെ ഇന്നും വിളിക്കുകയാണ്. Even today, He is calling us. അത് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില മുഴുലോകത്തേക്കാൾ വലിയതെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. The price of a human soul is more precious than the whole world. നമ്മുടെ വിലയേറിയ ആത്മാവ് നഷ്ടപ്പെടുവാൻ അനുവദിക്കരുത്. Do not let your precious soul perish. അല്ലെ പിശാചിനെ വിട്ടുകൊടുക്കരുത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. Do not let your soul to the devil. അതിനായിട്ട് നമ്മളെ തന്നെ ദൈവത്തിനാണ് നമുക്ക് ഈ രാത്രിക്കാലം നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കും. For the same purpose, let us surrender ourselves to the Lord tonight. കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് സുവിശേഷിച്ചതായിട്ട് നമുക്ക് കാണാം. Lord Jesus Christ spoke about the kingdom of God. അതേ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞു. The Lord preached, the time is fulfilled, the kingdom of God is at hand, therefore repent and believe the gospel. അതേ ഈ കൃപാകാലം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന കാലം കൂടിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുക. This dispensation grace is a season in which the grace gospel should be preached to all mankind. അതെ, ആ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. God has brought us unto that kingdom. ഇപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. God has brought us into the kingdom of His dear Son. അതെ, താമസമില്ല നമ്മൾ വേറെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. Without much delay, we are going to step into another kingdom. നമ്മെ അവനോടുകൂടി ഉയർപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തിരിക്കുന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. We have been raised up, quickened with Him, and set in the heavenly places. ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടി വീണ്ടും ഓർപ്പിക്കുകയാണ്. In this verse, one more subject is highlighted. ഇവിടെ ഒരു ന്യായവിധിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. We read about a judgment from this portion. അതെ, അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു എന്ന് വായിക്കാം. Fire is burning in His presence. അവന്റെ മുമ്പിൽ വലിയൊരു കൊടുങ്കാറ്റടിക്കും നമ്മൾ വായിക്കാം. A great tempest is lashing in His midst. എന്താണ് തീയും കൊടുങ്കാറ്റും എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കാം. What is the meaning of fire and tempest? അവൻ ചില പ്രത്യേകമായ ശക്തിയോടുകൂടി വെളിപ്പെടാനായിട്ട് പോവുകയാണ്. With the added force, He is going to appear. സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് ദൈവത്തിനുള്ളതായ സന്നിധാനം വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് നമ്മൾ വായിക്കാം. Those who do not obey the gospel, that's everlasting punishment, which is a judgment meted out to them. അനേകരുടെ തലമേലെ കൊടുങ്കാറ്റ് ചുഴച്ചിയടിക്കാനായിട്ട് പോവുകയാണ്. The tempest is going to whirl, blast against the head of many അത് people. മാത്രമല്ല, അവനൊരു തീജ്വാല പോലെ വരാനായിട്ട് പോകും. He is going to appear as a fiery flame. എന്നാൽ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് അതൊരു നാശമാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കും. Those who do not obey God, that's going to be a destruction. എന്നാൽ ദൈവജനങ്ങൾക്ക് അത് ദോഷം ചെയ്യുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. Those who fear God, it shall not haunt them. ഒരു ന്യായവിധിയുടെ കാലം ലോകത്തിലേക്ക് വരാനായിട്ട് The പോവുകയാണ്. day of judgment is fast approaching in this world. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും അവരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതെന്ന് കണ്ടു. From the Gospel of John we read, even though the light came to the world, they found that works were wicked. That is what's called this gospel. അവർ വെളിച്ചത്തേക്കാൾ അധികമായിട്ട് ഇരുളിനെ സ്നേഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. They loved darkness more than light. അതെ, വെളിച്ചമായി കർത്താവ് യേശുക്രിസ്തു വന്നിട്ട് അവൻ വിശ്വസിച്ചില്ല എന്ന് നമുക്ക് കാണാം. Lord Jesus Christ came to the world as a light. They did not consider Him. ആ വെളിച്ചത്തെ പകച്ചതായിട്ട് നമുക്ക് കാണാൻ They സാധിക്കും. hated that light. അത് ന്യായവിധിയായിട്ടാണ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നുള്ള കാര്യം കൊണ്ട് ഓർപ്പിക്കുക. That is portrayed as a measure of judgment. അത് ഒന്നാം നൂറ്റാണ്ട് BC ഒന്നാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇരുണ്ട കാലങ്ങളെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC first century is a period of darkness recorded by the historians. നരബലിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും കാലഘട്ടമെന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. It was a season of human sacrifice and superstitious belief. പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെയും കാലഘട്ടമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. The days of myths and ethos. ഇന്ത്യയിലും ആ പ്രത്യേകമായ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. In India also there had been false beliefs. അനേകരെ അത് അഗ്നിപ്രവേശം ചെയ്തതായിട്ട് വായിക്കുക. Many men allowed to pass through the fire. മുഴുവൻ ലോകം അന്ധകാരത്തിന്റെ കീഴിൽ അമർന്നിരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വായിച്ചിട്ടുള്ളത്. That was the season the whole world was under the power of darkness. അതെ, അവരുടെ ദൈവങ്ങളെ എല്ലാം ഉണ്ടാക്കി ആരാധിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. It was a season they made their own gods and worshipped them. മനുഷ്യ ദൈവങ്ങളെ ഉണ്ടാക്കി അവർ ആരാധിച്ചു. They made human gods and worshipped them. അവരുടെ മുമ്പിൽ മനുഷ്യനെ ബലിയായിട്ട് കൊടുത്തതായിട്ട് വായിച്ചിട്ടുണ്ട്. Man was sacrificed before that gods. അത് ഗ്രീസിലും ഈജിപ്തിലും മറ്റുള്ള പലരും അത് സൂര്യദേവ
സൂര്യദൈവങ്ങളെ ആരാധിച്ചു. In Greece, in Egypt, other cities, people worshipped sun god. ആകാശ നക്ഷത്രങ്ങളെ ആരാധിച്ചു. They worshipped stars in the sky. അതെ, അവർ നിമ്രോദിനെയും അഥവാ ഗിൽഗാമേഷിനെയും അവർ ആരാധിച്ചു. They worshipped Nimrod and his followers. അവരിൽ നിന്നുണ്ടായതാണ് ഇപ്പോഴത്തെ വിഗ്രഹാരാധന, മറ്റുള്ളത് അന്ധവിശ്വാസങ്ങളെന്ന കാര്യം കൂടി The ഓർപ്പിക്കുക. present idolatry, other superstitious belief, originated therefrom. അത് മറ്റുള്ള ജാതി മതസ്ഥർ മാത്രമല്ല ഇന്ന് ക്രിസ്ത്യാനികൾ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. Not only people of other denominations, even Christians today follow the same style. പല പേരുകളോടുകൂടി മാതാവിനെ ആരാധിക്കുക. With the different names, they worship the Mary. അത് ജാതികളുടെ ദേവിയാണെന്നുള്ള കാര്യം കൊണ്ട് ഓർപ്പിക്കുക. Keep in mind that is the worship of the Gentiles. പല പേരുകളോട് ദേവന്മാരെ ആരാധിക്കുക. With the diverse names, they worship the deities. അത് പുണ്യവാളന്മാരുടെ ബിംബം ഉണ്ടാക്കി They ആരാധിക്കുക. make the image of the saints and worship them. അതിന്റെ പിന്നിൽ ഒരു പൈശാചി ശക്തി ഉൾക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുക. Keep in mind behind which there is a devilish force. നമ്മൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടേണ്ടിയിരിക്കുകയാണ്. We must be rescued therefrom. അതെ, 1-ാം നൂറ്റാണ്ടിലെ കാലയളവ് അതാണെന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുക. That was a dangerous spirit of the first century. എന്നാൽ യഹൂദ തിരുവെഴുത്തുകളെ ആരായുന്ന ചില ശാസ്ത്രജ്ഞന്മാർ അന്നും ഉണ്ടായിരുന്നു. Even in those days, there were some scientists who examined the Bible. അത് അവർ ന്യായപ്രമാണം പ്രത്യേകമായിട്ട് ആരാഞ്ഞ വ്യക്തികളായിരുന്നു. They examined the law importantly. അതെ, മെശിഹ ജനിക്കുമെന്നുള്ളതായ കാര്യം അവർക്ക് അറിയാമായിരുന്നു. They knew Redeemer would be born. അതെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അന്വേഷിച്ച് ഇതിലെല്ലാം മുൻപോട്ട് യാത്ര ചെയ്തു. They came forward seeking, where is the one who is born as a king of the Jews? അവരെ കുറിച്ച് ജ്ഞാനികളെന്നാണ് നമുക്ക് കാണാൻ They സാധിക്കും. were called the wise or the Magi. അവർ കണ്ടെത്തിയത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലല്ല, വേറൊരു സ്ഥലത്തായിരുന്നു യേശുവിനെ കണ്ടെത്തിയെന്ന് നമ്മൾ ഓർക്കും. They did not find Jesus in the palace of Herod, rather they found him somewhere else. അതെ, ആ ജ്ഞാനികൾ കർത്താവിനെ കണ്ട് അവർ വണങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Those wise men met the Lord, worshipped him, bowed down, went back. അതെ, ലോകരക്ഷിതാവ് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ അവന് കൊടുത്തത് ഒരു ചെറിയ സ്ഥലമായിരുന്നു. When Lord Jesus Christ, the Savior of the world, was born, he was given the least venue. അങ്ങനെ താണ ലോകത്തിലെ കർത്താവ് യേശു ക്രിസ്തു വന്നതായിട്ട് നമുക്ക് കാണാം. Lord Jesus Christ came to this wild earth. അതെ, ലോകത്തിന്റെ വെളിച്ചമായിട്ട് ഈ കർത്താവ് യേശു ക്രിസ്തു അവതരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Lord Jesus Christ came to the world being the light to the world. ആ മഹാൻ ന്യായവിധിയിൽ നമ്മളെ വിടുവിക്കടാനായിട്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം. You know, to deliver us from the good judgment, Lord Jesus Christ came to this world. അതെ, യേശു ക്രിസ്തു സത്യദൈവമെന്നും നിത്യജീവൻ നമുക്ക് വിശ്വസിക്കും. True, Lord Jesus Christ is a true God and eternal life. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട് അവകാശം It കൊടുത്തിരിക്കുന്നു. just granted to those who believe in his name are the children of God. ഈ രാത്രികാലം യേശു ക്രിസ്തു സത്യദൈവം നിത്യജീവൻ എന്ന് വിശ്വസിക്കുന്ന വെള്ളങ്കാൽമേലിരിക്കും. Tonight, those who believe Lord Jesus Christ is a real truth and eternal life, please be on the അതെ, knees. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് അത് ക്ഷമിക്കാൻ പോവുകയാണ്. If there is a superstition, vain conversation in your life, you can practice, God is going to forgive you. അതെ, ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. God is inviting you to be a new creature. അതെ, അവന്റെ അടുക്കൽ വന്ന് ആ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുകയാണ്. You have to come unto him, accept that Jesus. ഈ രാത്രികാല തീരുമാനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. Tonight, with that decision, let us move forward. അത് ക്രിസ്ത്യാനിയോ അക്രൈസ്തവനോ ആരും ആയിക്കൊള്ളട്ടെ, കർത്താവ് നിങ്ങളെ രക്ഷിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. It is immaterial. You are a Christian, non-Christian. You trust in God. അതെ, മുസ്ലിമോ ഹിന്ദുവോ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ കർത്താവ് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. You are a Hindu or a Muslim, whoever you may be, the Lord is willing to save you. അതെ, യേശു ക്രിസ്തു സത്യദൈവമെന്ന് നിത്യജീവൻ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തെ നമ്മൾ വായിക്കുന്നത്. Really, Lord Jesus Christ is a true God, everlasting life. If you believe so, you shall be saved. അതെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് രക്ഷ നേടാം. Let us confess our sins and get this salvation. അതെ, പുണ്യപ്രവൃത്തികളാൽ നമുക്ക് രക്ഷ നേടുവാനൊക്കെ ഒന്ന് സാധിക്കും. With charitable deeds, we cannot attain this salvation. കർമാചാരങ്ങളാൽ നമുക്ക് രക്ഷ നേടുവാനൊക്കെ ഒന്ന് സാധിക്കും. With philanthropic acts, we cannot attain this salvation. അതെ, മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷ കർത്താവ് യേശുക്രിസ്തു മാത്രമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുക. Lord Jesus Christ is the only salvation which is effected for man. അതെ, പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല എന്ന് നമ്മൾ വായിക്കുക. We read, whomsoever believes in the Son, there is no condemnation, judgment for him. ആ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുക. Word of God says, those who do not believe,
the judgment has come upon him. അതേ അവൻ കോപാഗ്നിയോടുകൂടി വെളിപ്പെടാനായിട്ട് പോവുകയാണ്. With a fiery fury, he is going to appear. അത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. Behold, a day is coming, going to burn like an oven. അഹങ്കാരികളൊക്കെ ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും ദൈവജനം പ്രത്യേകമായിട്ട് The ഓർപ്പിക്കുക. arrogant and the wicked are going to be stumbled. ആ മഹാകോപാഗ്നിയിൽ രക്ഷ നേടുവാനൊക്കെ ഉള്ള കർത്താവ് നമ്മളെ സഹായിക്കേണ്ടിയിരിക്കുകയാണ്. To be rescued from that fury of the Lord, God must help us these days. അതേ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പ്രസ്താവിച്ചത്. I have established two things now. അവൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. From where does he come? അതേ അവൻ സിയോനിൽ വെളിപ്പെടാനായിട്ട് പോയി. He is appearing from Zion. അതേ അവൻ തന്റെ ദൗത്യം ഭൂമിയിൽ നിറവേറ്റി അവൻ ദൈവസന്നിധിയിൽ ഇപ്പോൾ പക്ഷപാതം ചെയ്യുക. He has accomplished his mission in this world, now making intercession in the presence of the Father. അവൻ ഇപ്പോൾ ഇരിക്കുന്നവനെന്നാണ് നമ്മൾ വായിക്കുന്നത്. Now where he is, ഇനിയും വരുന്നവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. we see he will come. ആ ശക്തിയോടെ ഇനി വെളിപ്പെടാനായിട്ട് പോവുകയാണ്. With his might, he is going to appear. എന്തിനു വേണ്ടിയാണ് വരുന്നുള്ള കാര്യം കൂടി ഒന്നുകൂടി ഓർപ്പിക്കുക. What for is he coming? I would like to remind you. അത് യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് The വരാനാണ്. Lord is coming to gather saints who made a covenant with him by sacrifice. അവിടുന്ന് വായിച്ചാൽ യാഗം കഴിച്ച നിയമിച്ചത് എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവേൻ. യാഗം കഴിച്ച നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവാൻ നമ്മൾ വായിക്കുകയാണ്. Gather my saints together unto me, those that have made covenant with me by അത് sacrifice. യാഗം കഴിച്ച നിയമം ചെയ്ത ആ ഒരു വിശുദ്ധന്മാരെ നമുക്ക് ലോകത്തിലെ കാണാൻ The സാധിക്കും. saints who made sacrifice by making covenant with the Lord are throughout the world today. അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്നതിൽ നിന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്ന് വായിക്കാം. Apostle says that in offering the sacrifice of faith, even if I have to shed out my blood, I will rejoice. അനേക വിശുദ്ധന്മാർ ലോകത്തില് ഇന്ന് കാത്തു നിൽക്കുകയാണ്. Today, many saints are waiting in the world. എബ്രായ ലേഖന മുമ്പിൽ നമ്മൾ വായിക്കുള്ളൂ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചു. Hebrews we read, it is once to die, then judgment appointed to man. അങ്ങനെ ഒരിക്കലായിട്ട് യേശു അർപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കും. Once Jesus was offered. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് വായിക്കും. He is going to appear for the second time for those who are waiting for him without sin. അവന്റെ പ്രത്യക്ഷതയിൽ കാണപ്പെടുവാനൊക്കെ ഈ രാത്രിക്കാർ നമ്മളൊന്ന് ഒരുങ്ങേണ്ടിയിരിക്കുക. Tonight we must be prepared to be seen at the coming of the Lord. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും കൂടി വെളിപ്പെടാനായിട്ട് The പോവുകയാണ്. Lord is going to appear very soon with a great shout and the shout of the archangel. അതേ യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ചേർക്കാനായിട്ട് The പോവുകയാണ്. Lord is going to gather the saints who made a covenant with him by his sacrifice. ആ നിയമം എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ആ ഉടമ്പടി എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കും. That law is a covenant with God. ആ ലോകമനുഷ്യർ എതിർക്രിസ്തുവായിട്ട് ഉടമ്പടി ചെയ്യാനായിട്ട് പോയി. Worldly people are going to make a covenant with the Antichrist. എതിർക്രിസ്തുവിനെ വരവേൽക്കാനായിട്ട് ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. The world is preparing to receive, welcome Antichrist. അത് എതിർക്രിസ്തുവിനെ രംഗത്ത് കൊണ്ടുവരുന്നതിനായിട്ട് ലോകരാഷ്ട്രങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് All the kings of the world are preparing, getting ready to welcome, bring Antichrist into the force. അതിനുവേണ്ടി യൂറോപ്യൻ യൂണിയൻ ഉളവായതായിട്ട് നമ്മൾ വായിക്കും. For the same purpose, European Union came into culmination. ഈ യൂറോപ്യൻ യൂണിയൻ ലോകത്തെ ഭരിക്കാനായിട്ട് പോവുക. This European Union is going to rule the world. അത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പ്രത്യേകമായ ഒരു വ്യക്തി എഴുന്നേൽക്കാനായിട്ട് പോവുക. From the European Union, a particular person is going to rise up. അതിനുവേണ്ടി പല ഉടമ്പടികളും ചെയ്തതായിട്ട് പേപ്പറിൽ ഞാൻ വായിച്ചു. From the dailies I read, many pacts have been made for the same. റോമൻ ഉടമ്പടി 1958 ഉണ്ടായതായിട്ട് വായിച്ചു. In 1958, the Roman pact was effected. അതിനുശേഷം മാസ്ട്രിക് ഉടമ്പടി ഉണ്ടായി. Thereafter it was a Maastricht covenant. അതിനുശേഷം പല ഉടമ്പടികളും ഉണ്ടായതായിട്ട് ഞാൻ വായിച്ചു. Many pacts have been signed thereafter. പിന്നെ ആംസ്റ്റർഡാം ഉടമ്പടി ഉണ്ടായി. There is Amsterdam covenant. അതിന്റെ പിന്നീട് ലെസ്ബേൻ ഉടമ്പടി ഉണ്ടായി. Again, the Spain pact. അവസാനം ഉണ്ടായത് ആ ഉടമ്പടി ലെസ്ബേൻ ഉടമ്പടിയായി. Finally, one was the West Spain pact. അതിൽ അവര് പറഞ്ഞതായ കാര്യം ഒരു പ്രസിഡന്റിനെയും ഒരു ആഭ്യന്തരമന്ത്രിയും തെരഞ്ഞെടുക്കണമെന്ന്. The core subject is that home minister and president must be elected. അത് അവർ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. They have put the sign in that pact. എതിർ ക്രിസ്തുവിന്റെ ഭരണം ലോകത്തിൽ ആസന്നമായിരിക്കുകയാണ്. Very nigh, the reign of Antichrist is going to come to this world.
വാലും തലയും വരാനായിട്ട് പോവുകയാണ്. The head and the tail are going to appear. ഹെഡ് ആൻഡ് ടെയിൽ എന്ന യശയ്യാപ്രവചനം നമ്മൾ വായിക്കാം. In Isaiah we read the head and the tail. അത് അന്ത്യക്രിസ്തുവും കള്ളപ്രവാചകനും ഒന്നിച്ച് വരാനായിട്ട് പോവുകയാണ്. Antichrist and false prophets are going to appear together. ലോകത്തിന് ഒരു വലിയ പീഡാകാലം വരാനായിട്ട് പോവുകയാണ്. A great period of persecution is going to meet the world. രണ്ടാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അത് യഹോവയ്ക്ക് അവന്റെ അഭിഷേകത്തിന് വിരോധമായിട്ട് അവർ ഒന്നിച്ചു കൂടാനായിട്ട് പോവുകയാണ്. In second Psalm we read against God and his anointed one they are going to make a conspiracy. അത് വീണുപോയ മഹതിയ ബാബേലിന്റെ ആധിപത്യത്തിൽ കൊടുക്കിയുള്ളവർ അണിനിരക്കാനായിട്ട് പോവുകയാണ്. Those who standards under the fallen power of Babylon, they are going to come to force once again. അത് റോമൻ ആരാധനയിലേക്ക് അനേകരെ മടങ്ങിപ്പോകാനായിട്ട് പോവുകയാണ്. Many are going to embrace Roman worship once again. അത് വിഗ്രഹാരാധനയിലേക്ക് അനേകരെ കൊണ്ടെത്തിക്കാനായിട്ട് പോവുകയാണ്. It is going to lead many people into idolatry. ഒരു ഗൗരവമായ കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. We are reached a very serious dispensation. അത് നമ്മൾ ഇത് മറച്ചു വെക്കാൻ ലോകത്തോട് അറിയിക്കേണ്ടതായ കാലം കൂടി. Without hiding, this truth must be revealed to the world. ഈ സുവിശേഷം അതിന് മാത്രമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. Let this gospel be exclusively spent for the same purpose. അടുത്ത കൊല്ലം എങ്ങനെയുള്ളൂ നമുക്ക് അറിവാണ്ടൊക്കെ ഒന്ന് സാധിക്കുന്നു. We cannot predict as to what shall be the nature of the next year. ഭീതി നിറഞ്ഞതായ ഒരു കാലയളവ് ലോകത്തിൽ വരാനായിട്ട് പോയി. A season going to be terror is going to come to this world. അതിനു മുമ്പായി നമ്മുടെ കർത്താവിന്റെ വരവിനാ നമ്മൾ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. Before that, we must prepare for the coming of the Lord. അതേ യാഗം കഴിച്ച നിയമിത വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടും. The Lord is going to appear to gather the saints who made a covenant with him by sacrifice. മലാഖി പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ഊതിക്കഴിക്കുന്നതിന്റെ തീ പോലെ വരും. നമ്മൾ The book of Malachi we read, he is going to come as a fire that's refined. ഇതാ അവൻ വരുന്നുവെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുക. Behold, our Lord is coming. ഇതിനു വേണ്ടി കർത്താവ് വരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുക. What for is the Lord coming? That also we must understand. യേശു വരുന്നികേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ, യേശു വരുന്നികേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ, നാശമിൽ രാജ്യം അതിലെ രാജനന്ദാനേ, നാശമില്ല രാജ്യം അതിലെ രാജനന്ദാനേ. പണ്ട് കാലത്ത് ഞങ്ങൾ ഇത് പാടിയിട്ടുണ്ട്. During the former days, we used to sing this song. ഇപ്പോൾ പെന്തക്കോസ്തുകാർക്ക് ഈ പാട്ട് അറിയാൻ വയ്യാന്ന് ഇപ്പൊ മനസ്സിലായി. Now Pentecostal people do not know this song. It is evident now. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പുതിയ പാട്ട് മാത്രമേ അറിയൂ. The new generation is interested in only the new songs. അവൻ രാജാവായിട്ട് വെളിപ്പെടാനായിട്ട് പോവുകയാണ്. He is going to appear as the king. ഇങ്ങനെ പാട്ടിട്ട്, സിംഹതുല്യരായി ഭൂവിൽ ഭരണം ചെയ്തവർ, സിംഹതുല്യരായി ഭൂവിൽ ഭരണം ചെയ്തവർ, സിംഹരാജന്റെ യേശുവിൻ മുമ്പിൽ അഭയം തേടുമേ, സിംഹരാജന്റെ യേശുവിൻ മുമ്പിൽ അഭയം തേടുമേ. സ്തോത്രം. ഇതെല്ലാം വരാനായിട്ട് പോവുകയാണ്. All these things are going to come into force. പല ഭരണകൂടങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. Different governments have been overthrown. അതേ സിംഹതുല്യമായ ബാബേൽ ഭരണകൂടം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. Babylon empire like unto lion, that also destroyed. അതേ കരടിക്ക് തുല്യമായ മേദ്യ പേർഷ്യ സാമ്രാജ്യം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. Persian empire like to the bear, that also came to an end. അതേ പുലിക്ക് തുല്യമായ ഗ്രീസ് സാമ്രാജ്യം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. Greek empire like unto tiger came to an end. അതേ ഇരുമ്പ് പല്ലുകൊണ്ടുള്ളതായ ഘോരമൃഗത്തിന്റെ സാമ്രാജ്യം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. It is a Roman empire that is like unto the furious tooth that came to an end. അതിന്റെ വേരിൽ നിന്ന് വേറൊരാൾ എഴുന്നേൽക്കാനായിട്ട് പോവുകയാണ്. From the root another person is going to shoot up. അതേ ശക്തിയോടുകൂടി വേറൊരാൾ എഴുന്നേൽക്കാനായിട്ട് പോവുകയാണ്. With the same power, one more person is going to shoot up. അതേ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ വായിക്കുക. In the book of Revelation chapter 13, we read about it. അതേ എല്ലാ മൃഗങ്ങളുടെ ലക്ഷണങ്ങളോടുകൂടി ഇതാ വേറൊരു വ്യക്തി എഴുന്നേൽക്കാനായിട്ട് പോവുകയാണ്. Another person holding all the characteristics of all these beasts is going to come. ആ കാലം എത്ര ഭയങ്കരമാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. That is going to be so terrific. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമുള്ളതായ സമയം ഏറ്റവും അടുത്തു വരിക. The time is at hand. The trump of the Lord is going to be shouted. അതേ തന്റെ വിശുദ്ധന്മാരോട് കർത്താവ് യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടാനായിട്ട് പോയി. The Lord is going to appear in His glory with His saints. കർത്താവിന്റെ സഭ അവന്റെ അടുക്കൽ ചേർത്ത് കൊള്ളപ്പെടാനായിട്ട് പോയി. The church of God is going to be gathered to His presence. വേറെ ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. We don't have any more time to listen to something else. അതെ ആണ്ടറുതികളും എല്ലാം ആചരിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയല്ല. And we are not simply observing year-end service and moving forward. കാലത്തിന്റെ ഗതികളെ കുറിച്ച് നമ്മൾ ഓർത്ത് നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് പോകേണ്ടിരിക്കുക. Discern courses of the time, understand and move forward diligently. ചിലര് പറയാറുണ്ട്, പുതിയ ദിവസം വരുമ്പോൾ
ഒന്നാം തീയതി എല്ലായിടത്തും ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറ്. Some would say, when the new year comes, on the first day, go everywhere, visit every house and pray. എന്നോട് ആരും പറയാനല്ല, ഒന്നാം തീയതി അല്ല, ആ ആഴ്ച തൗബൂരും പോലെ വരുമെന്ന് ഞാൻ പറയുന്നു. I would say that it is not the first day, that will be like any other day. ഇപ്പോഴും പെന്തക്കോസ്തുകാർക്ക് ഒന്നാം തീയതി ആചരിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. For the Pentecostal people, today is like the first day. മറ്റുള്ളതായ ജാതികളുടെ കാര്യങ്ങളെയൊക്കെ ആചരിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. We come across many people who are observing like the strangers, Gentiles observe. മുഹൂർത്തം ആചരിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. People who observe auspicious moment. ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ വരവിന് നമ്മെ തന്നെ ഒരുക്കുകൊണ്ടൊക്കെ നമ്മെ സഹായിക്കേണ്ടിയിരിക്കുക. God must enable us to refrain from all these things and be ready to receive the Lord. നമുക്ക് എല്ലാ ദിവസവും നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുക. We must believe every day is good to us. അതേ, കർത്താവ് ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ എല്ലാം നല്ലതെന്ന് അവൻ പറഞ്ഞു. When the Lord created everything, He said everything is good. എല്ലാ ദിവസവും നല്ലതെന്ന് വിശ്വസിക്കുന്നവർ ശക്തമായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരാണ്ടൊക്കെ കൈ ഉയർത്തായിരുന്നു തോന്നുന്നു. I suppose some people did not lift the hand. അപ്പോൾ എല്ലാ ദിവസവും തന്റെ വിശുദ്ധന്മാർക്ക് നല്ലതാണെന്നുള്ള കാര്യം കൂടെ. For the saints of God, all days are good. അന്ധതയിൽ നിന്നും എല്ലാം കർത്താവ് നമ്മളെ From വിടുവിക്കേണ്ടിയിരിക്കുക. this blindness, God must deliver us. ഒരു പുതിയ ദിവസം വരാനായിട്ട് പോയി. A new day is going to be dawned. ആ ദൈവം റിലീസ് ചെയ്യുന്ന ആ ഒരു പുതിയ ദിവസവും നമുക്ക് കാണും. There's a new day God is going to release. അതാ ദൈവം റിലീസ് ചെയ്യുന്ന ദിവസം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ദിവസവും നമ്മൾ വായിക്കാം. The day that God is going to release is a special day. അതെ, അത് സിയോനും യെരൂശലേമും വെളിപ്പെടുന്ന ദിവസം നമ്മൾ വായിക്കാം. That's the day Zion and Jerusalem is going to appear. അതെ, അങ്ങനെ നമ്മൾ പാടും. ആ ഒരു നാളിൽ സ്വർഗീയ നഗരവും സിയോനും വെളിപ്പെടുവേ. ആ ഒരു നാളിൽ സ്വർഗീയ നഗരവും സിയോനും വെളിപ്പെടുവേ. പ്രിയ പിതാവിന്റെ തിരുഹിതമന്ന് പൂർണ്ണമനിറവേറുമേ. പ്രിയ പിതാവിന്റെ തിരുഹിതമന്ന് പൂർണ്ണമനിറവേറുമേ. എല്ലാവരും കൈയടിച്ചൊന്ന് പാടിയാട്ടെ. ആ ഒരു നാളിൽ സ്വർഗീയ നഗരവും സിയോനും വെളിപ്പെടുമേ. ആ ഒരു നാളിൽ സ്വർഗീയ നഗരവും സിയോനും വെളിപ്പെടുമേ. പ്രിയ പിതാവിന്റെ തിരുഹിതമന്ന് പൂർണ്ണമനിറവേറുമേ. പ്രിയ പിതാവിന്റെ തിരുഹിതമന്ന് പൂർണ്ണമനിറവേറുമേ. ആ ഒരു നാളിൽ സ്വർഗീയ നഗരവും സിയോനും വെളിപ്പെടുമേ. ആ ഒരു നാളിൽ സ്വർഗീയ നഗരവും സിയോനും വെളിപ്പെടുമേ. പ്രിയ പിതാവിന്റെ തിരുഹിതമന്ന് പൂർണ്ണമനിറവേറുമേ. 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 Where tonight our God shall come. ഇന്ന് രാത്രികാലം നാം കേട്ടു, നമ്മുടെ ദൈവം വരുന്നു. Oh, Jesus is going to come very soon. അതെ, യേശു അതിവേഗം വരുവാൻ പോകുന്നു. Oh, Jesus is going to come, in order to gather us unto Himself. യേശു നമ്മെ അവന്റെ അടുക്കൽ ചേർക്കുവാനായിട്ട് വരുവാൻ പോകുന്നു. Oh, we must be prepared to meet the Lord Jesus. കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിരിക്കുകയാണ്. Oh, let us listen to His voice. നമുക്ക് അവന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാം. From the rising of the sun to
the going down of the same, he is calling to all the earth. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു. Oh, tonight let us listen to the voice of the Lord. ഇന്ന് രാത്രികാലം നാം ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാം. Very soon our Lord Jesus shall appear. അതിവേഗം നമ്മുടെ കർത്താവായ യേശു പ്രത്യക്ഷപ്പെടും. Oh, he's going to come from Zion. അവൻ സിയോനിൽ നിന്ന് വെളിപ്പെടും. Oh, very soon that work will be over. അതെ, അതിവേഗം ആ പ്രവൃത്തി പൂർത്തിയാകും. He that shall come shall surely come, he shall not tarry. വരുവാനുള്ളവൻ വരും, അവൻ താമസിക്കുകയുമില്ല. Oh, this is the time to get ready to meet him who will come. അതെ, ഉള്ളവനെ എതിരേൽക്കുവാൻ ഒരുങ്ങേണ്ടുന്ന സമയമാണിത്. Oh, yes, even tonight he will not keep silent. അതെ, ഇന്ന് രാത്രികാലവും അവൻ മൗനമായിരിക്കുകയില്ല. He is speaking to us. അവൻ നമ്മോട് സംസാരിക്കുന്നു. He wants to revive his work in the midst of the years. അതെ, വർഷത്തിന്റെ മധ്യേ അവൻ അവന്റെ പ്രവൃത്തിയെ നമ്മുടെ മധ്യേ പുതുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Oh, today is the day he wants to revive us. അതെ, ഇന്നാണ് അവൻ നമ്മെ പുതുപ്പിക്കുവാൻ A ആഗ്രഹിക്കുന്നത്. great work of salvation must be wrought in the world. അതെ, ആ രക്ഷയുടെ പ്രവൃത്തി ആ ലോകത്തിൽ പൂർത്തീകരിക്കണം. Oh, this is the time for the Lord to come. ഇത് കർത്താവ് വരുവാനുള്ള സമയമാകുന്നു. Oh, he's giving us the gospel of grace. അതെ, അവൻ നമുക്ക് കൃപയുടെ സുവിശേഷം He's നൽകുന്നു. giving us the gospel of glory. അവൻ തേജസ്സിന്റെ സുവിശേഷം നമുക്ക് നൽകുന്നു. Tonight is in our midst. Tonight he is in our ഇന്ന് midst. രാത്രികാലം അവൻ നമ്മുടെ മധ്യയുണ്ട്. Oh, this grace period is a dispensation that's going to come to an end very soon. അതെ, ഈ കൃപായുഗം അതിവേഗം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു. Like in the days of Noah. നോഹയുടെ നാളുകൾ പോലെ Suddenly the flood came. പെട്ടെന്നാണ് പ്രളയം വന്നത്. But those who entered the ark, എന്നാൽ ആ പെട്ടകത്തിൽ പ്രവേശിച്ചവർ they were saved. അവർ രക്ഷിക്കപ്പെട്ടു. Come into the ark. ആ പെട്ടകത്തിലേക്ക് വരുവിൻ. Come into the fellowship of the church. സഭയുടെ കൂട്ടായ്മയിലേക്ക് Come വരുവിൻ. into the fellowship of the apostles. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്ക് വരുവിൻ. Tonight the Lord is calling you. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിളിക്കുന്നു. Can you hear his voice? നിങ്ങൾക്ക് അവന്റെ ശബ്ദം കേൾക്കുവാൻ Can you കഴിയുന്നു. hear the still small voice? അവന്റെ ആ മൃദുവായ ലഘുവായ ശബ്ദം കേൾക്കുവാൻ The കഴിയുന്നു. Lord is calling you. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. He is doing the work of salvation. അവൻ ആ രക്ഷയുടെ പ്രവൃത്തി ചെയ്യുന്നു. Repent of your sins tonight. അനുദപിക്കുവിൻ. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിരാത്രി Confess and മാനസാന്തരപ്പെടും. forsake your sins. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവിൻ. Accept the Lord Jesus as your Lord and Savior. കർത്താവായ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റുകൊള്ളുവിൻ. Now come into the ark. അതെ, ഇപ്പോൾ ഈ പെട്ടകത്തിലേക്ക് വരുവിൻ. Baptized in water and in the Holy Spirit. ജലത്തിലും പരിശുദ്ധാത്മാവിലും സ്നാനമേൽപ്പിൻ. Oh, this is the time to become, joined to Jesus. ഇത് യേശുവിനോട് ഒന്നു ചേരുവാനുള്ള സമയമാണ്. We have to become joint heirs with Christ. നാം ക്രിസ്തുവിനോട് കൂട്ടവകാശികളായി തീരണം. Time is fulfilled. അതേ, സമയം കാലം പൂർത്തിയായിരിക്കുന്നു. Kingdom of heaven is at hand. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. Shall we all stand? നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Very soon. അതിവേഗം Very soon. അതിവേഗം Jesus will come. യേശു വരും. Very soon. അതിവേഗം Jesus will come. യേശു വരും. His work is going to be over. അവന്റെ പ്രവൃത്തി തീരുവാൻ പോകുന്നു. Gather to me, my saints. അവന്റെ വിശുദ്ധന്മാരായി ചേർക്കുവാൻ, Gather to me, my saints. എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, Those who have made a covenant with me by sacrifice. യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്തവരെ Come into that experience. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവിൻ. He's gathering you to himself right now. അവൻ ഇപ്പോൾ നിങ്ങളെ അവങ്കിലേക്ക് ചേർക്കുന്നു. Come into that covenant. ആ ഉടമ്പടിയിലേക്ക് വരുവിൻ. Fulfill that covenant with him. അവനോടുള്ള നിയമം ഉടമ്പടി പൂർത്തീകരിക്കുവിൻ. Also fulfill the law he's giving you. അവൻ നിങ്ങൾക്ക് നൽകുന്ന പ്രമാണങ്ങളും നിവർത്തിക്കുവിൻ. Very soon he's going to come. അതിവേഗം അവൻ വരും. Now we are going to gather unto himself. അതെ, ഇപ്പോൾ നാം അവനോട് ചേരുവാൻ പോകുന്നു. Come with the sacrifice. അതൊരു യാഗത്തോടുകൂടെ, Come with the sacrifice. യാഗത്തോടുകൂടെ വരുവിൻ. Live your life as a living sacrifice. നിങ്ങളുടെ ജീവിതം ഒരു ജീവനുള്ള യാഗമായി സമർപ്പിപ്പിൻ. Love demands a sacrifice. സ്നേഹം ഒരു ത്യാഗത്തെ അല്ലെങ്കിൽ യാഗത്തെ ആവശ്യപ്പെടുന്നു. That is why God gave the greatest sacrifice.
അതുകൊണ്ടാണ് ദൈവം ആ മഹായാഗം നൽകിയത്. That He gave His only begotten Son to die for us. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഏൽപ്പിച്ചു Love തന്നു. demands a sacrifice. സ്നേഹം ഒരു യാഗത്തെ ആവശ്യപ്പെടുന്നു. He cannot stay alone. അവൻ ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിയില്ല. Jesus therefore gave His life as a sacrifice. യേശു തന്റെ ജീവൻ നമുക്കൊരു യാഗമായി നൽകി. Tonight the Lord is speaking to you. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. Looking at His sacrifice. അവന്റെ യാഗത്തെ നോക്കുവേൻ. Look to the salvation He has given you. അവൻ നിങ്ങൾക്ക് നൽകിയ രക്ഷയെ നോക്കുവേൻ. Delivered from eternal judgment. നിത്യ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവേൻ. Brought you to salvation and eternal life. ആ ദൈവം ആ രക്ഷയും നിത്യജീവനും നൽകുന്നു. He wants you to bring you to that full salvation. അവൻ നിങ്ങളെ ആ പൂർണ്ണ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ That is ആഗ്രഹിക്കുന്നു. at the rapture. അത് അവന്റെ That വരവെങ്കിലാണ്. is by the grace of God. അത് ദൈവ കൃപയാലാണ്. Are you ready to make the sacrifice? നിങ്ങൾ ആ യാഗം അർപ്പിക്കുവാൻ The ഒരുക്കമാണ്. Lord has done His part. ദൈവം അവന്റെ ഭാഗം ചെയ്തിരിക്കുന്നു. Jesus has done His part. യേശു അവന്റെ ഭാഗം Are നിവർത്തിച്ചിരിക്കുന്നു. you ready to make your sacrifice? നിങ്ങൾ ഒരു യാഗമായി സമർപ്പിക്കുവാൻ Your ഒരുക്കമാണ്. life is to be given in love to the Lord. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങളുടെ ജീവിതം അവന് കൊടുക്കണം. Yes, think of His sacrifice. അതെ, അവന്റെ Think of Calvary. കാൽവരിയെ കുറിച്ച് Think ഓർക്കുക. of the sacrifice of Jesus. ആ യേശുവിന്റെ യാഗത്തെ കുറിച്ച് ഓർക്കവേ. Everyone surrender your life as a living sacrifice. എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ ഒരു ജീവനുള്ള യാഗമായി സമർപ്പിപ്പേൻ. In the love of God. ദൈവ സ്നേഹത്തിൽ Surrender to keep the covenant. ആ ഉടമ്പടിയെ നിവർത്തിക്കുവാൻ Keep സമർപ്പിക്കവേ. the covenant. അന്ന് ആ നിയമത്തെ When He സൂക്ഷിക്കുവാൻ gives you the word of God, അവൻ നിങ്ങൾക്ക് അവന്റെ വചനം He നൽകുമ്പോൾ, gives you the law. അവൻ നിങ്ങൾക്ക് പ്രമാണം നൽകുമ്പോൾ, Yes, when you obey it, you are coming into the covenant. നിങ്ങളത് അനുസരിക്കുമ്പോൾ അവനുമായിട്ടൊരു ഉടമ്പടി. Tonight, come into that covenant. ഇന്ന് രാത്രി ആ ഉടമ്പടിയിലേക്ക് വരുവേൻ. Don't be disobedient. അനുസരണക്കേടുള്ളവരാകരുത്. Don't be disobedient. അനുസരണക്കേടുള്ളവരാകരുത്. Later, He's going to come with fire. പിന്നീട് അവൻ തീയോടുകൂടെ വരും. The fire is forced to those who are disobedient to the gospel. സുവിശേഷത്തോട് അനുസരണക്കേട് കാണിക്കുന്നവർക്കാണ് അഗ്നി. That fire is not for you. ആ തീ നിനക്കുള്ളതല്ല. Now Jesus is coming in glory for you. ഇപ്പോൾ യേശു മഹത്വത്തിൽ നിനക്കായി വരുന്നു. Everyone surrender right now. എല്ലാവരും ഇപ്പോൾ സമർപ്പിക്കവേ. The glory of God will come upon you. ദൈവ തേജസ്സ് നിങ്ങളുടെ മേൽ ഇറങ്ങും. The love of God will fill you. ദൈവ സ്നേഹം നിങ്ങളെ നിറയ്ക്കും. The grace of God will take control of you. ദൈവകൃപ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. He will finish His work. അവൻ അവന്റെ പ്രവൃത്തി He will നിവർത്തിക്കും. finish His work. അവന്റെ പ്രവൃത്തി Give നിവർത്തിക്കും. room to the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കവേ. Amen. In the name of Jesus. Oh, the name of Jesus. The name of Jesus. Hallelujah. The name of Jesus. The name of Jesus. Hallelujah. 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 He is going to appear this second time for those who look for Him without sin, those who have come to that perfect salvation. പാപം കൂടാതെ അവനായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി, ആരെല്ലാം ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വന്നിരിക്കുന്നുവോ അവർക്ക് വേണ്ടി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. Jesus will do that perfect work in you. യേശു നിങ്ങളിൽ ആ പൂർണ്ണ പ്രവൃത്തി ചെയ്യും. He gave Himself on the cross to present to Himself the glorious church without spot or wrinkle, holy and without blemish.
കറ ചൊളുക്കം മുതലായതൊന്നുമില്ലാത്ത സഭയെ തനിക്ക് തന്നെ തേജസ്സോടെ ശുദ്ധയായി നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. He has given the Holy Spirit in you to make you perfect. നിങ്ങളെ പൂർണ്ണരാക്കുവാൻ വേണ്ടി അവൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ നൽകിയിരിക്കുന്നു. Give room to the Holy Spirit tonight. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുവിൻ. The anointing is going to come upon you. അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ പോകുന്നു. He will sanctify you. അവൻ നിങ്ങളെ He ശുദ്ധീകരിക്കും. will consume that sin in our lives. നമ്മുടെ ജീവിതത്തിലുള്ള പാപത്തെ അവൻ ദഹിപ്പിച്ചു He കളയും. will consume everything of the world in our lives. നമ്മുടെ ജീവിതത്തിലുള്ള ലൗകികമായ എല്ലാ കാര്യങ്ങളെയും അത് ദഹിപ്പിച്ചു He കളയും. will consume everything of the self in us. നമ്മളിലുള്ള എല്ലാ സ്വയത്തിന്റെ അനുഭവങ്ങളെയും അവൻ ദഹിപ്പിച്ചു കളയും. You don't have to do anything. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. Surrender as a sacrifice. നിങ്ങളെ തന്നെ ഒരു യാഗമായി സമർപ്പിപ്പിൻ. The fire will come upon the prepared sacrifice. ആ ഒരുക്കപ്പെട്ട യാഗത്തിന്മേൽ അഗ്നി ഇറങ്ങുവാനിടയാകും. Now the fire is coming down. ഇപ്പോൾ ആ തീ ഇറങ്ങി വരുന്നു. Fire is coming down. തീ ഇറങ്ങി വരുന്നു. The Holy Spirit fire is coming down. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി വരുന്നു. All who are surrendering as a sacrifice. ആരെല്ലാം തങ്ങളെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു He's sending the fire. അവൻ തീ അയക്കുന്നു. He's burning that sin. അവൻ ആ പാപത്തെ ദഹിപ്പിക്കുന്നു. Consuming the world. ലോകത്തെ ദഹിപ്പിക്കുന്നു. You are going to live in victory. നിങ്ങൾ ജയത്തോടെ ജീവിക്കും. No more the flesh. ജഡം ഇനിമേലില്ല. No more the self. പാപം ഇനിയില്ല. Receive the anointing. അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളേ. How is he going to appear? Who is he going to appear as? അവൻ ആരായിട്ടാണ് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത്? He's going to appear as the king. അവൻ രാജാവായി പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു. Oh, the king is going to gather those who are reigning with him. രാജാവ് അവനോടുകൂടെ വാഴുന്നവരെയാണ് തന്റെ കൂടെ ചേർത്തത്. They will become joint heirs with him. നാം അവനോടുകൂടെ കൂട്ടവകാശികളായി തീരും. You are receiving that anointing now. ഇപ്പോൾ ആ അഭിഷേകത്തെയാണ് നിങ്ങൾ The പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. anointing of a king. ഒരു രാജാവിന്റെ അഭിഷേകം. The anointing that will make you to overcome. നിങ്ങളെ ജയാളികളാക്കി മാറ്റുന്ന To അഭിഷേകം. make you joint heirs. കൂട്ടവകാശികളായി You നിങ്ങളെ are മാറ്റുവാൻ. no more a defeated person. ഇനിമേൽ നിങ്ങളൊരു പരാജയപ്പെട്ട വ്യക്തിയല്ല. King is anointing you right now. രാജാവ് നിങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. Receive the anointing. ആ അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളേ. Speak in tongues. അന്യഭാഷയിൽ സംസാരിക്കവേ.
Hallelujah. We heard about the Antichrist and the false prophet and Satan also, who will be found in the period after the rapture, after Jesus comes. യേശു കർത്താവായ യേശു വന്ന് അവന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്ന ആ അനുഭവത്തിന് ശേഷം നാം എതിർ ക്രിസ്തു കള്ളപ്രവാചകന് സാത്താനും കൂടിയുള്ള ആ കാലഘട്ടത്തെ കുറിച്ച് കേട്ടല്ലോ. Now, as for him in our lives, what happens to him? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവനെ സംബന്ധിച്ച് എന്താണ് നടക്കുന്നത്? Through Jesus' death on Calvary, he destroyed him. ഈ യേശു ക്രിസ്തു കാൽവരിയിലെ തന്റെ മരണത്താൽ അവനെ നശിപ്പിച്ചു. He has crushed the head of Satan. സാത്താന്റെ തലയെ അവൻ തകർത്തു. He cannot prevail against you. അവന് നിങ്ങൾക്കെതിരെ ജയിക്കുവാൻ കഴിയില്ല. By the same anointing, ഇതേ അഭിഷേകത്താൽ a God of peace is bruising that Satan under your feet. സമാധാനത്തിന്റെ ദൈവം അവനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു The കളയുന്നു. spirit of Antichrist is working in the world. ലോകത്തിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. Now the anointing is destroying it under your feet. ഇപ്പോൾ ഈ അഭിഷേകം അതിനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുന്നു. Receive that anointing. ആ അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളേ. Hallelujah. Amen. Yes, even tonight, for the precious word our God has spoken to us from His glorious throne, for reviving us and restoring us, and truly for transforming us and bringing us into that glory of God. Let's praise God. ഇത് രാത്രികാലം ദൈവത്തിന്റെ മഹത്വ സിംഹാസനത്തിൽ നമ്മോട് സംസാരിച്ചതിനായി, നമ്മെ പുതുപ്പിച്ചതിനായി, നമ്മെ രൂപാന്തരപ്പെടുത്തിയതിനായി, നമ്മെ യഥാർത്ഥമായും ആ തേജസ്സേറിയ അനുഭവത്തിലേക്ക് അവൻ കൊണ്ടുവന്നതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. Hallelujah. Praise. Praise. Yes, our God, our Lord Jesus shall surely come. അതെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തീർച്ചയായും വരും. Together His saints that are looking to Him for that final, who have come to that perfect salvation, who are waiting for Him without sin. ആ പൂർണ്ണ രക്ഷ പ്രാപിച്ചുകൊണ്ട് പാപം കൂടാതെ അവന് വേണ്ടി കാത്തു നിൽക്കുന്ന അവന്റെ വിശുദ്ധന്മാർക്കായിട്ട് അവൻ വരും. Those who are obedient to that, keeping the covenant, obedient to that covenant. ആ ഉടമ്പടിയെ നിയമത്തെ പാലിച്ചുകൊണ്ട് അതിനെ അനുസരിക്കുന്നവർ. Yes, those who are living that life, keeping that sacrifice, keeping that covenant with sacrifice. ആ യാഗം കഴിച്ച് ചെയ്ത ആ ഉടമ്പടിയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. That means those who are living in that perfect love. അതായത് ആരെല്ലാം ആ പൂർണ്ണ സ്നേഹത്തിൽ ജീവിക്കുന്നു, Those who are doing His perfect will. ആരെല്ലാം അവന്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യുന്നു, Those who have become perfect in that faith. വിശ്വാസത്തിൽ പൂർണ്ണരായി തീർന്നവർ, Perfect in that holiness. വിശുദ്ധിയിൽ പൂർണ്ണരായി തീർന്നവർ. Our Jesus is going to appear in glory. When He appears in glory, we shall appear with Him. Shall we praise Him? നമ്മുടെ യേശു തേജസ്സിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്നു. യേശു തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise! 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 Let us pray. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ കൺവെൻഷന്റെ സമാപന രാത്രി യോഗത്തിൽ കൂടെ സംബന്ധിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. തുടക്കം മുതൽ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ വാഴ്ത്തുന്നു. വിശേഷിച്ച് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ യേശു വരാറായി എന്ന്
ഒരിക്കലും കൂടി ഇങ്ങോട്ട് അവിടുത്തെ ദാസന് മൂലമായി ഇടപെട്ടുവല്ലോ. കർത്താവേ, അവിടുന്ന് തിരുസഭയ്ക്കായി വെളിപ്പെട്ടതിന് മുൻപേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കമുണ്ടാകട്ടെ. ആണ്ടുകൾ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നല്ലോ. നിങ്ങളുടെ നാടുകൾ തീരും മുമ്പേ, കൃപായുഗം അവസാനിക്കുന്നതിന് മുൻപേ കർത്താവിന്റെ തിരുസഭയെ ചേർക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പുതുക്കപ്പെടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉണർവ് ദൈവസഭയിൽ ദൈവജനത്തിന് മധ്യേ കർത്താവെ ഞങ്ങൾ അനുഭവിക്കേണ്ടതിനാ ഞങ്ങൾ ഇതിനെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവിടുന്ന് വരുമ്പോൾ അങ്ങൊരു ഉടമ്പടി ചെയ്ത നിയമചിത വിശുദ്ധന്മാർ ചേർക്കാനായിട്ട് വരുന്നവല്ലോ. ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ കർത്താവിന് പുതിയൊരു ഉടമ്പടി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ച് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് അവിടുത്തെ വരവിൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായുള്ള കാര്യങ്ങളെയൊക്കെ നീക്കി കർത്താവെ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവവുമായിട്ടൊരു നിയമം ചെയ്ത് നിയമത്തിൽ നിലനിൽക്കുന്നവരായി മടങ്ങി പോവാൻ ഇടവരുമാറാകണമേ. കാലത്തിലേക്ക് എത്തിയിരിക്കുന്നല്ലോ. കാലലക്ഷണങ്ങൾ യേശു വരാറായി വിളിച്ചറിയിക്കുമ്പോൾ അനാസ്ഥ കാണിക്കാതെ യേശു വേഗത്തിൽ വരുന്നു. സമയം പാഴാക്കാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണർന്ന് അനേകരെ കർത്താവിനെ പിൻപറ്റുവാൻ, അനേകരെ സത്യത്തെ സ്വീകരിപ്പാൻ ഇടവരുത്തുമാറാകണമേ. വരുവാനുള്ളവൻ വരും, ഇനി താമസിക്കുകയുമില്ല. അങ്ങന്ന് വരുമ്പോൾ തെക്കറിയും ചുളുങ്ങുമില്ലാത്ത തേസേർ സഭയ്ക്ക് വേണ്ടി വരുന്നതിനാൽ തേസേർ സഭയായി തിരുവനന്തപുരം നിൽക്കുവാൻ ഇന്ന് രാത്രിയോ തിരുവചനം കേട്ട ഓരോരുത്തരെയും ഒരുക്കേണ്ടതിനായിട്ട് കൂടെ പ്രാർത്ഥിക്കുന്നു. പെട്ടകത്തിന്റെ വാതിലടയും മുൻപേ അകത്ത് പ്രവേശിക്കട്ടെ. അനേകം രക്ഷിക്കപ്പെടട്ടെ. അനേകം ജലസ്നാനമേക്കട്ടെ. അനേകം പരിശുദ്ധാത്മാനെ പ്രാപിക്കട്ടെ. അനേകര് സദാസ്ഥാനപ്പെടട്ടെ. അനേകര് മടങ്ങി വരട്ടെ. താവേ സ്തോത്രം. സിയോനിൽ നിന്ന് അവിടുന്ന് വരുന്നതിനാൽ സിയോനായി തീരുവാനും സിയോനായി അനേകരെ ഒരുക്കുവാനും അനേക യൗവനക്കാർ തങ്ങളുടെ ജീവിതം തേജസ്സേറിയ ശുശ്രൂഷയ്ക്കായി തേജസ്സേറിയ സുശീലത പ്രഘോഷിക്കുവാനായി സമർപ്പിക്കാനുള്ള വരുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എതിരേറ്റ് നിത്യത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ ഇന്ന് ഞങ്ങൾ ഇന്ന് അവനോട് കഷ്ടം സഹിക്കുന്നവരാ, അന്ന് അവനോടുകൂടെ വാഴുമല്ലോ. കഷ്ടം സഹിക്കുന്നവരായി അങ്ങോട്ട് വാഴുവാനും കർത്താവിനോടുകൂടെ ജയാളികളായി തീരുവാനും ഒരുക്കേണ്ടതിനായിട്ട് കൂടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിശ്വാസിനെ ജയിച്ചതുപോലെ സാത്താനെ ജയിച്ച് ലോകത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് ജയാളികളായി തിരുമുമ്പിൽ കാണപ്പെടുവാൻ, ജയാളികളായി ആൺകുട്ടിയായി എടുക്കപ്പെടുവാൻ ഓരോരുത്തരും ഒരുക്കണമേ. അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്കായി ദാസ്യാസം അവർ ഉപയോഗിച്ചതിനായി സ്തോത്രം. തുടർന്ന് ഉപയോഗിക്കുന്നത് നാളത്തെ ആ സംയുക്ത ആരാധനയെ ദൈവം ഫലമേറ്റ് നടത്തുമാറാകണമേ. എല്ലായിടങ്ങൾ ജനങ്ങൾ കടന്നു വന്ന് സ്വർഗം തുറന്ന് ഞങ്ങളുടെ മേല് സകല അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. Amen. Now may the grace of our Lord Jesus Christ, the love of God the Father, and the sweet fellowship of the Holy Spirit rest and abide with each and every one of us until Jesus appears in all his glory. Amen. Hallelujah.